പുസ്തകം 8-ാം അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. 1 Kings chapter 8 verse 26. 26-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും. എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തു വരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ, സ്വർഗത്തിലും സ്വർഗാതിസ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? മതി. നല്ല വചനത്തിനെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഈ പകൽക്കാലം നാം കുറിവാക്യമായി വായിച്ച വചനം ശക്തനായ ഇസ്രായേലിൻ്റെ 3-ാമത്തെ രാജാവായി ദൈവം തിരഞ്ഞ് ദൈവിക അഭിഷേകം വീണ ശലോമോന്റെ പ്രാർത്ഥനയാണ്. ശലോമോന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ താൻ തൻ്റെ പിതാവിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം താൻ നിറവേറ്റിയതിനു ശേഷം മനോഹരമായൊരാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് സകല പ്രമുഖന്മാരെയും സകല പുരോഹിതന്മാരെയും സകല സഭാജനത്തെയും വിളിച്ചിട്ട് ദേവാലയത്തിൻ്റെ വാതിലിൻ്റെ മുൻപിൽ നിന്നു പ്രാർത്ഥിക്കുന്നൊരു ശക്തമേറിയൊരു പ്രാർത്ഥന. ഇന്ന് പകൽക്കാലം പ്രിയരെ, നാം വായിച്ച വചനത്തിനകത്ത് ഇങ്ങനൊരു പദമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട്. ആമേൻ, ഹല്ലേലൂയ. ഒരു മകൻ തൻ്റെ അപ്പനെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ അപരത്തിനകത്തുനിന്ന് വരുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് നാം അവിടെ കണ്ടത്. എന്താ പ്രാർത്ഥനാ വാചകത്തിൻ്റെ പ്രത്യേകത? എൻ്റെ അപ്പനായ ദാവീദ് നിന്റെ ദാസനായിരുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രിയരെ, പ്രാർത്ഥന ശക്തിയേറിയതാണ്. പക്ഷേ എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ശക്തി വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അത് അനുഭവത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കാണ്. ആമേൻ. ഈ 37-ാമത്തെ പകലിലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കേവലം ഒരു ഉപവാസ പ്രാർത്ഥന വച്ചതുകൊണ്ടോ കേവലം ഏതോ ഒരു യോഗം നടക്കുന്നത് കൊണ്ടോ അല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരേണ്ടത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരണം. ആമേൻ. പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ ഒരു പായ് വലിച്ചിട്ട് മുഴങ്കാലിരുന്ന് കരയുന്നത് മാത്രമല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന കേവലം വാചകങ്ങളെക്കാൾ, പ്രാർത്ഥന കേവലം യാചകങ്ങളെക്കാൾ, പ്രാർത്ഥന അതൊരു ബന്ധമാണ്. അമ്മേ, പ്രാർത്ഥന അതൊരു കണക്ഷനാണ്. പ്രാർത്ഥന അതൊരു ദൈവികമായുള്ളൊരു റിലേഷൻഷിപ്പാണ്. ഈ പകൽക്കാലം ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. കേവലം വാക്കുകൾ കൊണ്ട് ഒതുങ്ങി ആമേൻ ആമേൻ പറഞ്ഞു നിർത്തുന്നൊരു പ്രാർത്ഥനയല്ല ഈ പകൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഇടിഞ്ഞു വിടുന്ന യാഗപീഠങ്ങളെ പുതുക്കിപ്പണിത് ജീവിതത്തിൻ്റെ കുറവുകളെ വെട്ടിമാറ്റിയിട്ട് ദൈവവുമായുള്ളൊരു ബന്ധത്തിലേക്ക് പകൽക്കാലം ദൈവസഭ കടന്നു കയറി കഴിഞ്ഞ ഉലകത്തിൽ ആരും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ജീവിതത്തെ മാറ്റാൻ ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടാകും. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഞാൻ കൊതിക്കുന്നു, കേവലം വാക്കുകൾ കൊണ്ടോ കേവലം കൈയടി കൊണ്ടോ ഒതുങ്ങുന്നതല്ല പ്രാർത്ഥന. ഒരു വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആത്മ
ആത്മബന്ധം വെളിപ്പെടുന്നതായി പ്രാർത്ഥനയായി മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ച നിന്നെ തകർക്കാൻ ഒരു ശക്തികൾക്കും കഴിയില്ല, ഒരു മന്ത്രവാദത്തിനും കഴിയില്ല, ഒരു ആഭിചാരകനും കഴിയില്ലെങ്കിൽ ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. കേവലം വാക്കുകൾക്കകത്തൊതുങ്ങാതെ ദൈവവുമായുള്ള ഒരു ബന്ധത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ 37ാമത്തെ പകൽ ദൈവസഭ കയറി വരുന്ന പകൽക്കാലമായി മാറട്ടെ. യെസ്, ഞാൻ അങ്ങനെ കൊതിക്കുന്നു. ചില തലമുറകൾ, ചില അഭിഷിക്തന്മാർ, ചില മാതാപിതാക്കൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് കയറി വരട്ടെ. എമ്പിനെക്കാളും ദൈവത്തെ അധികമായി സ്നേഹിക്കുന്ന, ഏബിനെക്കാളും ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന, ദൈവരാജ്യത്തിന് വില കൊടുക്കുന്ന ഒരു തലമുറ ഈ പകൽക്കാലം എഴുന്നേറ്റ് വരട്ടെ. അങ്ങനെ നീ ദൈവികമായ ബന്ധത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന നിന്റെ കൂടാരത്തിന്റെ അവസ്ഥകൾക്ക് എൻ്റെ ദൈവം ഈ പകൽ പരിഹാരം തരും. നിന്റെ അവസ്ഥകളെ മാറ്റു, നിന്റെ ശൂന്യതകളെ അവൻ പണിയും, നിന്റെ ഇല്ലായ്മകളെ എൻ്റെ ദൈവം പണിയാൻ തുടങ്ങും. ഓ ശബരധരകൽക്കവ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിന് മല്ലയാരാധന കൊടുക്കണം. ഈ പകൽക്കാലം മുടങ്ങിക്കിടക്കുന്ന പലതിനും കാരണം ദൈവവുമായുള്ള ബന്ധം നിന്ന് വിച്ഛേദിക്കപ്പെട്ടതാണ്. മുടങ്ങിപ്പോയ നിന്റെ പ്രാർത്ഥനയാണ്. ദൈവിക ബന്ധത്തിൽ നിന്ന് നീ അകന്നപ്പോ നിനക്കുള്ള പലതും മുടങ്ങി, നിനക്കുള്ള പലത് അമയെ തച്ചുടയപ്പെട്ടു. പല ജീവിതത്തിന്റെ സാഹചര്യം ഒന്നുമില്ലാത്തതുപോലെ ആയിത്തീർന്നു. പക്ഷെ ഈ പകൽ ദൈവികമായ ബന്ധത്തിലേക്ക് ഈ പകൽക്കാലം നീ കയറി വന്ന നിന്നെ മാത്രമല്ല കുഞ്ഞെ, നിന്റെ തലമുറ ഇമ്പാക്ട് ചെയ്യുക, നിന്റെ തലമുറകളെ പിടിച്ചു നിർത്തുക. ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ ദൈവിക ബന്ധത്തിന് ശക്തിയുണ്ട്, ഈ ദൈവകൃപയ്ക്ക് ശക്തിയുണ്ട്. ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന് ശക്തിയുണ്ട്. ഈ പകൽക്കാലം ലൈവിലൂടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ പൈതലെ, ഈ പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ഉലകത്തിൽ ആർക്കും കൊണ്ടുവരാൻ കഴിയാത്ത ഇമ്പാക്റ്റുകളെ നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരാൻ ശക്തിയുണ്ട്. വൈഡമാന ധൂരധാര, വൈഡമാന ധാരധാര, അർത്ഥമാന ധൂരധാര ഘടകവാരകൽക്കമ അർത്ഥരകലിഖമാണ് ബരഘടക. ആമേ. പ്രിയരെ, കേവലം പ്രാർത്ഥന വാചകങ്ങളല്ല, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബന്ധമാണ്. പ്രാർത്ഥന എന്താണ്? ഒരു ബന്ധമാണ്. നീയും ദൈവവുമായുള്ള ബന്ധം, നീയും ദൈവവുമായുള്ള ബന്ധം. ഇന്ന് പകൽക്കാലം പാമേ ദൈവവുമായുള്ളൊരു ബന്ധമെന്ന പ്രാർത്ഥനയിൽ നീ കയറിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ശക്തി നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിപ്പമുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ വലിപ്പം നിന്റെ തലമുറ കൊണ്ടൊതുങ്ങില്ല, തലമുറയോട് സ്വാധീനിക്കാൻ കഴിയുന്നതാണ് പ്രാർത്ഥനയെങ്കിൽ. ഈ പകൽക്കാല, ഈ 37ാമത്തെ പകൽക്കാല നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ ഈ പകൽക്കാലം പുതുക്കി പണിയിട്ട് ഇന്ന് പകൽക്കാലം കൂടാരത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, നഷ്ടപ്പെട്ടു പോയ ദൈവിക ബന്ധം ഈ പകൽ മടങ്ങി വെളിപ്പെടുന്ന ഒരു പകലായി മാറട്ടെ. ആമേൻ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പറഞ്ഞൊരു സാക്ഷ്യം എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്നും എൻ്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ വേദിയിലും പല വേദികളിലും ആ വാക്ക്, ആ അനുഭവം ഉച്ചരിച്ചിട്ടുണ്ട്. താൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ UK മണ്ണിൽ, UK തലസ്ഥാനമായ ലണ്ടനിൽ താൻ ആരാധനയ്ക്ക് വേണ്ടി ഞായറാഴ്ച അതിരാവിലെ തൻ്റെ മോർണിംഗ് സർവീസ് ആരംഭിക്കാൻ വേണ്ടി തൻ്റെ ഗാരേജിൽ നിന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ശക്തമായ ലക്ഷ്യമൊന്നു മാത്രമേ ഉള്ളൂ: എങ്ങനെയെങ്കിലും പ്രാർത്ഥന ഹാളിലെത്തണം. വർഷിപ്പ് ടീം വരും, വർഷിപ്പ് ടീം വരുന്നതിന് മുമ്പ് അവിടെ എത്തണം.
പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കണം. ഒറ്റ ലക്ഷ്യം. ഗ്യാരേജിൽ നിന്ന് തൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തൻ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് അങ്ങ് വിദൂരതയിൽ ഒരു മനുഷ്യൻ ഒരു പോസ്റ്റിൻ്റെ കീഴെ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴെ ഇരിക്കുന്നത് താൻ കണ്ടു. താൻ വീണ്ടും വാഹനം ശ്രദ്ധിക്കാത്ത രീതിയിൽ വാഹനം വേഗത്തിൽ ഓട്ടിച്ചു പോകുകയാണ്. പക്ഷെ തന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വാഹനം നിർത്തണം. നീ ആ മനുഷ്യനെ പോയി കാണണം. ആരാധന തുടങ്ങാനുള്ള ആവലാതി കൊണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാത്തതുപോലെ, കേട്ടിട്ടും കേൾക്കാത്തതുപോലെ താൻ ഗിയർ മാറി പിന്നെയും വേഗത്തിൽ പോകുമ്പോൾ ആ കാറിനകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ആ സ്റ്റിയറിംഗ് വലിച്ചൊടിച്ചിട്ട് പറഞ്ഞു, നീ വാഹനം നിർത്തണം. താൻ പരിശുദ്ധാത്മാവ് തന്നെ ഒരിഞ്ച് പോലും വിടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ താൻ വാഹനം ഒരു പാർക്കിലേക്ക് ഒതുക്കിയിട്ട് താൻ തിരിച്ചു നടന്നു വന്ന് ആ മനുഷ്യന്റെ അടുക്കൽ നോക്കിയപ്പോൾ ശരീരം മുഷിഞ്ഞിരിപ്പുണ്ട്. എന്തോ വലിയ ട്രക്ക് അവന്റെ ശരീരത്തിന് അവൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുടിച്ചും മതോന്മഥനായി ഒരുവൻ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ ഇരിക്കുകയാണ്. ദൈവദാസന് സമയമില്ലാത്തത് കൊണ്ട്, പറഞ്ഞാൽ മനസ്സിലാകാനുള്ള ബോധം ആ മനുഷ്യനില്ലാത്തത് കൊണ്ട് ആ മനുഷ്യന്റെ വലങ്കരത്തിൽ പിടിച്ചിട്ട് വേഗത്തിൽ തന്നെയും വഹിച്ച് ആ പാർക്കിൽ കാറ് ഒതുക്കിയിട്ടിരുന്ന കാറിന്റെ അടുക്കൽ പോയി കാറിന്റെ പുറകിലത്തെ സീറ്റ് വലിച്ചു തുറന്ന് ആ മനുഷ്യനെ അതിലേക്ക് തള്ളിയിട്ടു. കാറിനകത്ത് കയറി കാറ് ലോക്ക് ചെയ്ത് താൻ പ്രാർത്ഥനാ ഹാളിലേക്ക് നടന്നു പോകുമ്പോൾ പ്രാർത്ഥനാ ഹാളിന്റെ കാർ പാർക്കിങ്ങിൽ വാഹനം നിർത്തി വാഹനത്തിന്റെ പിൻസീറ്റ് തുറന്നു ആ മനുഷ്യനെ കരം പിടിച്ച് രണ്ടാമത്തെ അപ്സ്റ്റേഴ്സിലുള്ള ഹാളിൽ തന്നെ പുറകിലുള്ള കസേരയിൽ കൊണ്ടിരുത്തിയിട്ട് ദൈവദാസൻ പ്രാർത്ഥന ആരംഭിച്ചു. വർഷിപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന നടുവിൽ നല്ല യൗവനക്കാർ ആരാധിച്ചു നടന്നു വരുമ്പോ പുറകിലിരുന്നൊരു നിലവിളി, കണ്ണുനീരോടെ വാവിട്ടൊരു നിലവിളി കേട്ടു. ആ നിലവിളി കേട്ട ആ ദൈവ മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിൽ ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആരാധന കഴിഞ്ഞു സകലരും പോയി തുടങ്ങുമ്പോ പതിയെ മെല്ലെ ആ മകന്റെ അടുക്കൽ പോയി തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മോനെ നീ ഏതാണ്? നീ എന്തിനാണ് കരയുന്നത്? എന്തുകൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെയായത്? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ടെന്ന്. അത് കേട്ടതും വാവിട്ട് നെഞ്ചത്തടിച്ചു കലഞ്ഞിട്ട് ആ മകൻ പറഞ്ഞ പദം ഇങ്ങനെയാണ്, ദൈവദാസനെ, ഇന്ന് നിങ്ങളുടെ ചർച്ചിന്റെ ഫ്രണ്ടിൽ അനേക യൗവനക്കാർ ആരാധിച്ചില്ലേ? അതുപോലൊരു നല്ല കാലം എനിക്ക് ഇന്നലെയുണ്ടായിരുന്നു. അതുപോലെ ആരാധനയ്ക്ക് പോയിരുന്ന കാലമുണ്ടായിരുന്നു. ആരാധനയുടെ വർഷിപ്പ് ലീഡിംഗ് ടീമിനകത്ത് പാടാൻ ഞാനും ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ കൂട്ടുകാർ കൂടിയപ്പോ കൂട്ടുകാർ വച്ചു നീട്ടിയ പല പ്രലോഭനത്തിനകത്ത് ഞാൻ അടിമയായി മാറി. ഞാൻ പലതിനും അടിമയായി മാറി. എൻ്റെ ദൈവത്തെ മറന്ന് പതിയെ തുടങ്ങി. ആരാധന ഞാൻ ഉപേക്ഷയായി വിചാരിച്ചു തുടങ്ങി. പിന്നത്തേൽ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. വീട്ടിൻ്റെ വരാമ്പയിൽ പോലും കയറാൻ കഴിയാത്ത ദിനരാത്രങ്ങൾ നല്ലി തീങ്ങുമ്പോൾ കുടിച്ച് മതോന്മഥനായി അർദ്ധരാത്രിയിൽ എൻ്റെ വീട്ടിനകത്ത് ഞാൻ നടന്നു കയറി വരുമ്പോൾ എൻ്റെ മാതാവ് കരയുന്നൊരു ശബ്ദം എനിക്കെന്നും രാത്രി കേൾക്കാമായിരുന്നു. അർദ്ധരാത്രി ഞാൻ വീടിൻ്റെ വാതിൽക്കൽ വന്ന് ഡോറ് തുറന്ന് എൻ്റെ റൂമിനകത്തേക്ക് നടന്നു പോകുമ്പോൾ ഇപ്പുറത്തെ റൂമിലിരുന്ന് കരയുന്ന ഒരു മാതാവ് എനിക്കുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ കുടിച്ചു ബോധം കെട്ടു വരുമ്പോൾ എൻ്റെ മാതാവ് കരയുന്ന ശബ്ദം എനിക്ക് അഹോചരമായിരുന്നു. എനിക്കൊരു ഇറിറ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ആ മാതാവ് പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തെറി പറയാൻ തോന്നിയിട്ടുണ്ട്. എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്നതിന് ഞാൻ തെറി പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പാസ്റ്ററേ, ഇന്നേക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എനിക്കുണ്ടായിരുന്ന ആകെ കൂടെയുള്ള എൻ്റെ കൂടാരത്തിനകത്തുണ്ടായിരുന്ന ഒരു
ആശ്വാസം എൻ്റെ മാതാവായിരുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ് 3 മാസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടിട്ട് ദൈവദാസൻ ചേർത്ത് പിടിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: എൻ്റെ അമ്മ മരിച്ചിട്ട് മരിക്കാത്ത എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ ഈ ഹോളിനകത്ത് കൊണ്ടുവന്നു. ഈ പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക്, ഇന്ന് പകൽ നിന്നെ ഈ ലോകത്തുനിന്ന് ദൈവം മടക്കിയെടുത്താൽ നിന്റെ പ്രാർത്ഥന അത് ഫലം കാണാതെ മടങ്ങി വരത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ പകലുണ്ടെങ്കിൽ, അകം തിളക്കുമുണ്ടെങ്കിൽ ഈ പകൽ എൻ്റെ ദൈവത്തിന് ഇന്നേക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചു. പലപ്പോഴും കുടിച്ചു മതോന്മത്തനായി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ, ഞാൻ ഉറങ്ങി എന്ന് കാണുമ്പോൾ, ഞാൻ കിടക്കുന്ന കസേരയുടെ അടുക്കൽ, കട്ടിലിൻ്റെ അടുക്കൽ എൻ്റെ മാതാവ് മുഴങ്കാൽ നിന്നിട്ട് എൻ്റെ ദേഹത്ത് തട്ടിയാൽ ഞാൻ ഉണരുമെന്ന് ഭയന്നിട്ട്, ഉണർന്നാൽ ഞാൻ വഴക്കുണ്ടാക്കുമെന്ന് ഭയന്നിട്ട് കട്ടിലിൽ തലയാഴ്ച വെച്ച് ശബ്ദം പുറത്തു വരാതെ എനിക്ക് വേണ്ടി കരയുന്ന മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാതാവിൻ്റെ കണ്ണുനീരാണ് എന്നെ ജീവനോടെ നിർത്തിയത്. ദൈവിക ന്യായവിധിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയത്. പക്ഷെ എൻ്റെ മാതാവ് മരിച്ചു പക്ഷെ എൻ്റെ മാതാവ് ഒഴുക്കിയ കണ്ണുനീർ തുള്ളികൾ അത് മരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ഈ പകലാലയത്തിനകത്ത് കൊണ്ടിരുത്തിയത്. ഈ പകൽക്കാലം തൻ്റെ ഇടമുണ്ടോ? നീ തലമുറയ്ക്ക് വേണ്ടി കരയുന്നത്, നീ ദൈവരാജ്യത്തിന് വേണ്ടി കരയുന്നത്, നീ ദൈവസഭയ്ക്ക് വേണ്ടി കരയുന്നത് വെറുതെ അല്ല കുഞ്ഞ്. ഈ പകൽക്കാലം അത് കാണുന്നൊരു സ്വർഗമുണ്ട്. ഇങ്ങനെ സ്തുതിച്ചാ പോരാ, വലിയ കയ്യടിയൊന്നും ഉയർന്നില്ലേലോ. ഹൃദയം തുറന്ന് ദൈവത്തോട് പറ: അപ്പാ, ഞാൻ പ്രാർത്ഥിച്ചതിന് എൻ്റെ ഞാൻ കണ്ണുനീരോടെ കരഞ്ഞതിന് എൻ്റെ തുരുത്തിയിലാക്കി എൻ്റെ കണ്ണുനീർ വച്ചിട്ടുള്ളതിന് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കാലങ്ങൾ കഴിയുന്നതിന് മുമ്പ്, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ആ വാഗ്ദത്തത്തെ ജീവിപ്പിക്കുക, അതിന്റെ മറുപടിയെ വെളിപ്പെടുത്തുക. എൻ്റെ ദൈവം ശക്തനായവനാ. ആ മനുഷ്യന്റെ ചരിത്രം പറയുന്നത്, ആ മനുഷ്യൻ ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കിയ ശക്തനായ ഒരു ശുശ്രൂഷകനായി മാറി. ഇന്ന് പകൽ നീ വിചാരിച്ച സാഹചര്യത്തിലല്ലായിരിക്കും നിന്റെ കൂടാരം പോകുന്നത്, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ പോകുന്നത്. എങ്കിലും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, കരയുക. മനുഷ്യൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കരയാതെ മാറിയിരുന്ന് ദൈവസന്നിധി കരയുക. ദൈവം ചിലതിനെ തൊടും, ദൈവം ചിലതിനെ മടക്കി വരുത്തും, ദൈവം ചിലതിനെ കൊണ്ടുവരും. ദൈവം ആഴമായ ദൈവിക പദ്ധതിയിലേക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം എടുത്തു കയറ്റുക. ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാക്കന്മാർ കരഞ്ഞ ചില കണ്ണുനീരിന് മറുപടികൾ വെളിപ്പെടാൻ സമയമായി കേട്ടോ. കാലങ്ങൾ പഴക്കമുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം മറുപടി തരാൻ സമയമായി കേട്ടോ. നീ അമ്മിനെ ഭാരപ്പെടുമേ, നീ അമ്മിനെ ആകുലപ്പെടുമേ. ഗോൽഗോഥയിലേക്ക് പച്ച പൈൻമര കുരിശുമായി
ശരീരം മുഴവുചാല് പോലെ അടിച്ചു കീറപ്പെട്ടവനായി, സകലം തകർക്കപ്പെട്ടവനായി, പൂർണ്ണ നഗ്നനായി ഗോൽഗോഥയിലേക്ക് നടന്നു പോകുമ്പോ യെരൂശലേം പുത്രിമാ യേശുവിന്റെ കഷ്ടാനുഭവം കണ്ടിട്ട് കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. മക്കളെ, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവി. ഈ പകൽക്കാല പ്രാർത്ഥന മറന്നുപോയവരാരെങ്കിലും ഉണ്ടോ? കരയാൻ മറന്നുപോയവരാരെങ്കിലും ഉണ്ടോ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ എൻകറേജ് ചെയ്യുക, കണ്ണുനീരോടെ കരയ. നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. കഴിയുമെങ്കിൽ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് തലമുറകളുടെ അടുക്കൽ പോയിരുന്നൊരു 2 വാക്ക് പ്രാർത്ഥിക്കുക. അവൻ സ്കൂളിൽ പോകുമ്പോൾ, അവൾ കോളേജിൽ പോകുമ്പോൾ, അവൾ കൂട്ടുകാരുമൊത്ത് പുറത്തു പോകുന്നതിന് മുമ്പ് നീ നിന്റെ സ്വന്തം കാര്യം ചിന്താമെന്ന് നോക്കാതെ ഒരു വാക്ക് കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വിട്. നിന്റെ തലമുറ തകരില്ല, നിന്റെ കുടുംബം തകരില്ല. എത്ര തലമുറ വഴിപിടച്ചു പോയാലും, എത്ര തലമുറകൾ ലോകത്തിന്റെ ഇമ്പത്തിനകത്ത് ഒതുങ്ങിപ്പോയാലും, എത്ര തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി മാറിയാലും, നിന്റെ തലമുറ പാപത്തിൽ തുടരാൻ ദൈവം അനുവദിക്കില്ല. പകൽക്കാലം പ്രാർത്ഥന ഒരു ബന്ധമാണ്, ഒരു ബന്ധമാണ്. പ്രിയരെ, ശലോമോൻ പറയുന്നു, എൻ്റെ അപ്പനായ ദാവീദ് നിന്റെ ദാസനായിരുന്നു. ഈ പകൽക്കാലം ആരാ ദാവീദ്? ആരാ ദാവീദ്? നമുക്കെല്ലാവർക്കും പറയാൻ 100 അനുഭവങ്ങൾ ദാവീദിനെ കുറിച്ചുണ്ട്. ദാവീദിനെ പറ്റി വചനം പറയുന്നത്, ദാവീദിന് 4 കാലഘട്ടം ഉണ്ടായിരുന്നു. 4 കാലഘട്ടം. ഒന്നാമത്തെ കാലഘട്ടം അവൻ താമസിച്ചതും ജീവിച്ചതും കാട്ടിലാണ്. എവിടെയാ? കാട്ടിലാണ്. ഒറ്റപ്പെടലിൻ്റെ ഒരു കാലഘട്ടം, ശൂന്യതയുടെ ഒരു കാലഘട്ടം. അപ്പനും അമ്മയും പോലും തള്ളിക്കളഞ്ഞൊരു കാലഘട്ടം. ചിന്തിക്കാൻ കഴിയുമോ? സ്വന്തം അപ്പനും അമ്മയും ഭവനം തിന്ന് തള്ളിക്കളയുന്നൊരവസ്ഥ. എന്തുകൊണ്ട് ദാവീദിനെ തള്ളിക്കളഞ്ഞെന്ന് ചോദിച്ചാൽ, ചരിത്രം പറയുന്നത്, ട്രഡീഷനുകൾ പറയുന്നത്, ദാവീദ് ദാസിയുടെ മകനായിരുന്നു. ദാസിയുടെ മകനായിരുന്നു. അവൻ്റെ രൂപം പോലും വ്യത്യസ്തമായിരുന്നു. അവൻ്റെ തലമുടി ചെമ്പിച്ചതായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു സഹോദരന്മാരെ പോലെ 7 പേരെ പോലെയല്ല ദാവീദിൻ്റെ രൂപം. ദാവീദിൻ്റെ സൗന്ദര്യം അത് വ്യത്യസ്തമായിരുന്നു. അത് ഇശായിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. അതുകൊണ്ട് ഇശായി എന്ത് ചെയ്തെന്നറിയാമോ? അവന് അവകാശം കൊടുക്കാതിരിക്കാൻ, സ്വന്തം മകനെന്ന് അംഗീകരിക്കാതിരിക്കാൻ, അംഗീകരിച്ചു കഴിഞ്ഞാൽ അവകാശം കൊടുക്കണം, അപ്പൻ്റെ ഓഹരി കൊടുക്കണം, അപ്പൻ്റെ മന്മ അളന്നു കൊടുക്കണം. അത് കൊടുക്കാതിരിക്കാൻ വചനം പറയുന്നു, ഇശായി ദാവീദിനെ കാട്ടിലൊതുക്കി. അപ്പനും അമ്മയും ചേർന്ന് ദാവീദിനെ ഒതുക്കാൻ പദ്ധതിയിട്ടപ്പോൾ 7 സഹോദരങ്ങൾ ദാവീദിനെ തിരിച്ചറിയാൻ കഴിയാതെ, സഹോദരൻ എന്ന് പോലും പറയാൻ മടിച്ചപ്പോൾ വചനം പറയുന്നു, കാട്ടിൽ കിടന്നവനെ കണ്ടൊരു സ്വർഗമുണ്ട്. ഈ പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ഈ ലോകത്തിലെ ആരുമായി ഒരു ബന്ധമില്ലേലും ദാവീദിന് പറയാൻ ഒരു ബന്ധം അപ്പനുമായില്ല.
ദാവീദിന് പറയാൻ ഒരു ബന്ധം 7 സഹോദരന്മാരായുമില്ല. ദാവീദിന് പറയാൻ ഒരു ബന്ധം ഉലകത്തിൽ ആരുമായില്ല. പക്ഷെ കാറ്റിൽ ഒറ്റപ്പെട്ടപ്പോഴും ഒരു ബന്ധം അവൻ മുറിച്ചു കളഞ്ഞില്ല. ആ ബന്ധം സ്വർഗീയ ബന്ധമാണ്. ദൈവവുമായുള്ള ഒരു ബന്ധം മാത്രമേ ദാവീദിനുണ്ടായിരുന്നുള്ളൂ. ഈ പകൽക്കാലം നിനക്ക് പിടിപാട് കാണില്ല, നിനക്ക് പണം കാണില്ല, നിനക്ക് ലോകത്തിന്റെ ബന്ധങ്ങൾ കാണില്ല, നിന്നെ ഉയർത്തിവിടാ ഈ ലോകത്തിലെ വ്യക്തികൾ കാണില്ല. പക്ഷെ സ്വർഗത്തിന്റെ ബന്ധം നിനക്കുണ്ടെങ്കിൽ ദാവീദേ, വനാന്തരത്തിൽ നീ ഒതുങ്ങില്ല കേട്ടോ. വനാന്തരത്തിൽ അധിക കാലം നീ ഒതുങ്ങില്ല. വനാന്തരത്തിനകത്ത് നിന്നെ ബന്ധിച്ചൊതുക്ക അധിക കാലം കടിയില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. ഓ വൈഡവാര ധുരജലഘടക വരാരകൾ ഖമാന ബലഘടക ധാരകൾ ഖമ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഈറനണിഞ്ഞ കണ്ണുമായി ഏതൊക്കെ കൂടാരത്തിനകത്ത് ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്നേഹിത, അധികകാലം നിന്നെ ഒതുക്കാൻ കഴിയില്ല, അധികകാലം നിന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ല, അധികകാലം നിന്നെ കാട്ടിലൊതുക്കാൻ കഴിയില്ല, അധികകാലം നിന്നെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് പകൽ നിന്റെ ബന്ധ ഏതോ രാഷ്ട്രീയക്കാരനോടല്ല, നിന്റെ ബന്ധ ഏതോ വലിയ മേധാവിയോടല്ല, നിന്റെ ബന്ധ സ്വർഗസ്ഥനായ ദൈവത്തോടാ. നിന്റെ ബന്ധ ഇന്ന് പകൽ സർവശക്തനായ ദൈവത്തോടാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ. ദൈവികമായ ബന്ധം, ദൈവികമായ ബന്ധം ഉള്ളവനെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണെങ്കിൽ ഈ പകൽ ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് നാളുകളായി അടക്കി വാഴുന്ന ചില ഇരുട്ടിന്റെ വനാമ്പരങ്ങൾ പൊളിച്ചു മാറ്റി, ഏതൊക്കെ ഒറ്റപ്പെടലുകൾ പൊളിച്ചു മാറ്റി, ഏതൊക്കെ ഞെരുക്കങ്ങൾ പൊളിച്ചു മാറ്റി ഈ പകൽ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക, വലിയ ദൈവകൃപ വ്യാപരിക്കുക. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽക്കാലം നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി നിനക്ക് വേണ്ടി കരുതാൻ ആരും കാണില്ല. സ്നേഹിത, കൂടപ്പുറപ്പെ ദൈവദാസരെ, നിന്നെ ഒന്ന് ശുശ്രൂഷയ്ക്ക് ലിഫ്റ്റ് ചെയ്യുക. നിനക്ക് വലിയ ബന്ധങ്ങൾ കാണില്ല. പക്ഷെ ഈ പകൽക്കാലം ദൈവികമായി ബന്ധമുണ്ടെങ്കിൽ ഈ വനാന്തരത്തിനകത്ത് ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സീസൺ ഉണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ജീവിതത്തിനകത്ത് വെളിപ്പെട്ട വനാന്തരങ്ങളാണ് ദൈവവുമായുള്ള ബന്ധത്തെ അതിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിച്ചത്. നിങ്ങൾ എത്ര പേർ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ദൈവവുമായുള്ള ബന്ധമല്ലേ പ്രിയരെ ഈ ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയാൻ നമുക്ക് ഇടവരുത്തിയത്? ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞത് കൊട്ടാരത്തിൽ കിടന്നപ്പോഴാണോ? ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞത് വീട്ടിനകത്തിരുന്നപ്പോഴാണോ? ഏതൊക്കെ വനാമ്പരത്തിൽ നിന്ന സഹിച്ചൊറ്റപ്പെട്ട് മാറിയുടുക്കാൻ വസ്ത്രമില്ലാതെ, കടിപ്പാൻ ആഹാരമില്ലാതെ, ഇമ്മലകളിൽ ജീവിച്ച് തള്ളി നീക്കിയ ഓരോ പകലില് ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചപ്പോഴല്ലേ ദൈവികമായ ബന്ധം ഊട്ടി ഉറച്ചതെങ്കിൽ ഈ പകൽക്കാലം വനാന്തരങ്ങൾ നിന്നെ തകർക്കുന്നതല്ല. ലോകം റിജക്ട് ചെയ്യുമ്പോൾ നിന്റെ വനാന്തരത്തിനകത്ത് ഒതുക്കിയ ഈ പകൽക്കാലം ആത്മാവ് പ്രവചിക്കുക. ചിലവിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുക. ലോകം റിജക്ട് ചെയ്യുന്നവന് എന്റെ ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവിക ഫേവറുകൾ ചിലവിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക. ഈ പകൽക്കാലം ആമേൻ പറഞ്ഞു സ്വീകരിക്കാമെങ്കിൽ ഈ പകൽക്കാലം സ്വീകരിച്ചു തുടങ്ങട്ടെ.
അറിയില്ല, ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ആളത്തമായി വെളിപ്പെടുകയാണ്. വലിയ ദൈവമഹത്വം ആളത്തമായി വെളിപ്പെടുക. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മതലങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുക. കാട്ടിനകത്തൊറ്റപ്പെട്ടു പോയ ചില ദാവീദുമോ ഇവനകത്തിരിപ്പുണ്ട്. കുഞ്ഞെ ഭാരപ്പെടണ്ട. നിന്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കണ്ടൊരു ദൈവമുണ്ട്. ആരും കാണാത്ത നിന്റെ ഇരുട്ടറഞ്ഞ ജീവിതത്തിന്റെ മേഖലകൾ കണ്ടൊരു ദൈവമുണ്ട്. കാണുന്നൊരു ദൈവമുണ്ട്. കാണുന്നൊരു സ്വർഗമുണ്ട്. ഈ പകൽ അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന, അവൻ നിന്നെ അടിച്ചുവിട്ട ആർക്കും നിന്നെ ബന്ധിക്കാൻ കഴിയില്ല കേട്ടോ. അവൻ നിന്നെ സൗഖ്യമാക്കിയ ആർക്കും നിന്നെ രോഗിയാക്കി ഒതുക്കാൻ കഴിയില്ല. അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന ആർക്കും നിന്നെ ബന്ധിച്ചൊതുക്കാൻ കഴിയില്ലെങ്കിൽ ഈ പകൽ വിശ്വസിക്ക. ചില ദൈവ പ്രവൃത്തികൾ ഈ പകൽ ആരംഭിക്കട്ടെ. ചില ദൈവിക പ്രവൃത്തികൾ ഈ പകൽ ആരംഭിക്കട്ടെ. പ്രിയരെ, കാട്ടിനകത്ത് ദാവീദിന് ആരാ കടിക്കാൻ കൊടുക്കാനുള്ളേ? കാട്ടിനകത്ത് അമ്മ കടിക്കാൻ ആരാ കൊടുക്കാനുള്ളേ? മാറി. നമുക്കൊക്കെ ഇപ്പോൾ ഓരോ വെക്കേഷനും അല്ല, പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കാത്തിരിക്കാറുണ്ട്. ഒന്ന് ബർത്ത്ഡേ വരാൻ വേണ്ടി, ജന്മദിനം വരാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട്. ആണ്ടിലാകപ്പാടെ നല്ല പുതിയ വസ്ത്രം കിട്ടാൻ സാധ്യതയുള്ളത് അതാ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡിസംബർ 22 ഞാനിങ്ങനെ നോക്കും. കലണ്ടർ വരുമ്പോൾ ആദ്യം നോക്കുന്നത് ഡിസംബർ 22. എന്തെന്നറിയാമോ? അയ്യോ, ഡിസംബർ 22 വല്ല ശനിയോ ഞായറാണെങ്കിൽ തീർന്നു. വല്ല ശനിയോ ഞായറോ ആണെങ്കിൽ തീർന്നു. ശനിയും ഞായറല്ലെങ്കിൽ ഹൃദയത്തിനകത്തൊരു സന്തോഷമാ. കാരണം എന്തെന്നറിയാമോ? ബർത്ത്ഡേക്ക് മിഠായി കൊണ്ടല്ലാതെ സ്കൂളിൽ പോകാൻ പറ്റില്ല. എത്ര ബർത്ത്ഡേ മറന്നു പിടിച്ചാലും അടുത്തിരിക്കുന്നവൻ പറയും, ടീച്ചർ ഇന്ന് സബിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഒരിക്കലും കരഞ്ഞില്ലെങ്കിലും അന്നെങ്കിലും കരഞ്ഞു പിടിച്ച് ഒരു പുതിയ ഡ്രസ്സെങ്കിലും വാങ്ങിച്ച്, പണ്ട് എക്ലൈസിന്റെ മുട്ടായി ഒരു കവറിൽ മുട്ടായുമായി പോകുമ്പോൾ ഭയങ്കര സന്തോഷമാ. ആകപ്പാടെ വസ്ത്രം പുതുതായി കിട്ടാൻ സാധ്യതയുള്ളത് ബർത്ത്ഡേക്കാ. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് ഒരു ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ നോക്കും, ഇതത്ര പോരാ. ഉടനെ അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ അങ്കിളിനെ വിളിക്കും, ഇല്ലെങ്കിൽ അപ്പനെ വിളിക്കും. അന്ന് വാങ്ങിച്ച വേസ്റ്റ് അത്ര പോരാ, വേറെ വസ്ത്രം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഴ്ചതോറും അല്ല ഡ്രസ്സ്, ഓരോ ദിവസം തോറും ഡ്രസ്സ് വാങ്ങുന്നവരുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കാലം മാറി. പക്ഷെ മാതാപിതാക്കളോടൊക്കെ ചോദിച്ചു നോക്കണം, അമ്മ ഇന്നലകളിൽ നിങ്ങൾ എനിക്കിന്ന് നല്ല വസ്ത്രം വാങ്ങിച്ചു തരുന്നുണ്ട്, അങ്ങനെ നല്ല വസ്ത്രം ധരിക്കാൻ ആരെങ്കിലും നിങ്ങൾക്ക് വാങ്ങിത്തരാനുണ്ടായിരുന്നോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കണം. ഇന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് മല്ലയാഹാരം വരും. മട്ടൻ എങ്കിൽ മട്ടൻ, ചിക്കൻ എങ്കിൽ ചിക്കൻ, KFC എങ്കിൽ ചിക്കിങ്സ് എങ്കിൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ വരും. അപ്പനോടോ അമ്മയോടോ ഇച്ചിരി പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കണം, ഇമ്മലകളിൽ അതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് വാങ്ങി തന്നിരുന്നോ? അവര് പറയും, ഇമ്മലകളുടെ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഇന്നലെ,
ഒരു വസ്ത്രം മാറിയുടുക്കാനില്ലാത്ത ഇന്നലെ ഏതെങ്കിലും വിവാഹം വന്നാൽ അടുത്ത നല്ല വീടുണ്ടെങ്കിൽ അവരോട് പോയി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യാചിച്ചു ചോദിക്കും, എടാ ഇന്നൊരു വിവാഹമുണ്ട്, ഇടാൻ നിന്റെ ഷർട്ട് ഒന്ന്, നിന്റെ സാരി ഒന്ന്. അങ്ങനെ ഉണ്ടായിരുന്ന ഇമ്മലകൾ ദാവീദിനോട് ചോദിച്ച, ദാവീദേ മാറിയുടുക്കാൻ വസ്ത്രമുണ്ടായിരുന്നോ? കഴിക്കാൻ ആഹാരമുണ്ടായിരുന്നോ? നിന്റെ വിശപ്പിനകത്ത് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ദാവീദ് പറയും, ദൈവദാസനെ, എമ്പിനേറെ എന്റെ അപ്പനും അമ്മയും പോലും എന്നെ മറന്നുകളഞ്ഞ് ഇന്നലകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കാട്ടിലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ ബന്ധത്തെ വിട്ടുകൊടുത്തില്ല. ഇന്ന് പകൽക്കാല സ്നേഹിത, കൂടപ്പുറപ്പേ, കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം നീ അനുഗ്രഹിക്കപ്പെട്ടത്, നീ അനുഭവിക്കുന്ന നന്മകൾ ഇമ്മലകളിലേതൊക്കെ വനാമ്പരത്തിനകത്ത് നിന്റെ മാതാപിതാക്കൾ കടിക്കാനില്ലാതെ, കുടിക്കാനില്ലാതെ, മാറിയുടുക്കാൻ വസ്ത്രമില്ലാതെ ആമേൻ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ, നിന്മകളുടെ, അപമാനങ്ങളുടെ ഓറികമനധരകൽക്കവ സമർത്ഥികളിൽ വെളിപ്പെട്ടതാണ്. അവർ ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടതകളിൽ ദൈവവുമായുള്ള ബന്ധം മുറുകെ പിടിച്ചതുകൊണ്ട് അവർ ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിക്കുന്ന പല നന്മകളും നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെട്ടു. ഈ പകൽക്കാലം ഒരു ദൂത് ഞാൻ പറയാ, ദൈവം ഉപയോഗിച്ചവരും ഇന്ന് പകൽക്കാലം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവ സകലരെയും ഒരു കാലത്തിൽ ലോകം ത്യജിച്ചവരാണ്, ലോകം മാറ്റി നിർത്തിയവരാണ്, ലോകം അപമാനിച്ചു പറഞ്ഞു വിട്ടവരാണ്, ലോകം ഒതുക്കിയവരാണ്. ഒതുക്കിയപ്പോഴും അവരൊതുങ്ങാതിരുന്നതിന് കാരണം ദൈവവുമായുള്ളൊരു ബന്ധം വിട്ട് അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയില്ല. ഒരു ആഹാരത്തിന് വേണ്ടി, ഒരു വസ്ത്രത്തിന് വേണ്ടി ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞില്ല. ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ നന്മകളെക്കാ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെണ്ണി തലമുറകൾ എഴുന്നേറ്റപ്പോ ഇന്ന് പകൽക്കാലം ലോകം റിജക്ട് ചെയ്തവരെ സ്വർഗം സെലക്ട് ചെയ്തെങ്കിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, ആരാധിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ ആരാധിച്ചോ. ഈ പകൽ ലോകം റിജക്ട് ചെയ്യുമ്പോ പിന്നെ ദൈവം സെലക്ട് ചെയ്യുമ്പോ പകല സേവ, നിനക്ക് കഴിവില്ലെന്ന്, നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന്, നിനക്ക് ആരോഗ്യമില്ലെന്ന്, നീ ഒരു രോഗിയാണെന്ന്, നീ ജനിച്ചു വീണവേ ഒരു അനർത്ഥമാണെന്ന് വിധി എഴുതിയവർ കാണെ നിന്നെ അനുഗ്രഹമാക്കി മാറ്റാ, നിന്നെ അനുഗ്രഹമാക്കി മാറ്റാ. ഈ പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി വൈഡവാര ധാര 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 വൈഡവാര ധൂരബലധുര വൈഡവരം ധര വൈഡവരഗമ അത്തമാന ധൂര ധാര 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 ധൈര ധൈര ധാര ഹാറബല ലിബാര ധാര ഗൽഖമ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ലോകം റിജക്ട് ചെയ്ത വ്യക്തിയാണോ നീ? ദൈവം നിന്നെ സെലക്ട് ചെയ്യാൻ പോക. ലോകം മാറ്റി നിർത്തിയ വ്യക്തിയാണോ നീ? ഒന്നിനും കൊള്ളത്തില്ലെന്നും ഒരു കഴിവുമില്ലെന്നും ഇവളെ വളർത്തിയ ഇവനെ വളർത്തിയ ഒരു ഗുണവുമില്ലെന്ന് നിന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ പകൽക്കാല അവരുടെ ബുദ്ധിക്ക് അതീതമായി ദൈവം നിന്നെ വളർത്താൻ പോകുക. ഈ വചനത്തിന്റെ അകത്തുനിന്നൊരു ദൂത് ഞാൻ കൈമാറുകയാ. ദാവീദേ, നീ കിന്നര വായന മറക്കാതിരുന്ന, ദൈവികമായ ബന്ധം മറക്കാതിരുന്ന ഒരു വന്യമൃഗത്തിന് നിന്നെ ഒതുക്കാൻ കഴിയില്ല. ഒരു വന്യമൃഗത്തിന് നിന്നെ കടിച്ചു കീറാൻ കഴിയില്ല. നിന്നെ കാട്ടിലൊതുക്കിയത് ഞാൻ ചിലത് പഠിപ്പിക്കാനാ, അല്ലാതെ ബാലസിംഹത്തിന് ഇരയാകാനല്ല. ഇന്ന് പകൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക, ദൈവം നിന്നെ അനുഗ്രഹിക്കുക, ദൈവം നിന്നെ മാനിക്കുക. തലമുറകളുണ്ടോ? പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ മിന്ന മാറു, ഈ അപമാനം മാറു, ഈ ഒറ്റ
ഒറ്റപ്പെടൽ മാറ്. നിന്റെ ശുശ്രൂഷ വെളിപ്പെട, നിന്റെ ഭാവി വെളിപ്പെട, നിന്റെ വിദ്യാഭ്യാസം വെളിപ്പെട, നിന്റെ തലമുറയെ ദൈവം ലിഫ്റ്റ് ചെയ്യ്. ഈ പകൽ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവം നിന്നെ വളർത്തേണ്ട മണ്ഡലങ്ങളുടെ മേൽ ദൈവിക ദൂതന്മാർ ഇറങ്ങ്, ദൈവിക ദൂതന്മാർ ഇറങ്ങ്. വ്യക്തമായി ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഈ പകൽ ഇവിടെ ആരാധന വെളിപ്പെടുമ്പോ നിന്റെ തലമുറയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണുകളെ ദൈവം ഒരുക്കുക, ചില ദേശങ്ങളെ ദൈവം ഒരുക്കുക, ചില പട്ടണങ്ങളെ ദൈവം ഒരുക്കുക. നിന്റെ തലമുറയുടെ ഭാവിക്ക് ആവശ്യമായ ചില കുടുംബങ്ങളെ ദൈവം കണക്ട് ചെയ്യുക, ചില കുടുംബങ്ങളെ കണക്ട് ചെയ്യുക. ചില ബുദ്ധിക്കതീതമായ ചില ദൈവ പ്രവൃത്തി അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ ഇടയിൽ, പ്രഭുക്കന്മാരുടെ മുൻപിൽ നിർത്തുന്നൊരു ഫേവർ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാ. സ്നേഹിത, ഈ പകൽ പിടിക്കാമെങ്കിൽ പിടിച്ചോ. ലൈവിലൂടെ എന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പകൽ പിടിക്കാമെങ്കിൽ പിടിച്ചോ. നിന്റെ അവസ്ഥ മാറും. നിന്റെ അപ്പന് തരാൻ കഴിയാത്ത ഭാവി, നിന്റെ അമ്മയ്ക്ക് തരാൻ കഴിയാത്ത വിദ്യാഭ്യാസം, ഉലകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത എന്നോട് ദൈവം പറയുന്നു, അർഹതയില്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ എന്റെ ദൈവം വെളിപ്പെടുക്കുക. ഇന്റർനാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിന്റെ തലമുറ ഡിഗ്രികൾ എടുക്കുക, നിന്റെ തലമുറ വിദ്യാഭ്യാസം ചെയ്യുക. വിശ്വസിക്കാമെങ്കിൽ പിടിച്ചോ. ഇന്ന് പകൽ നിന്നെ ഒതുക്കിയ മണ്ണിൽ നിന്നെ തീർത്തു കളയുമെന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ നിന്നെ തീർത്തു എന്ന് വിധിയുടെ മുൻപിൽ നിന്റെ തലമുറ ഫറമുയരാൻ പോകുകയാ. നിന്റെ തലമുറ എന്റെ ദൈവം പറയുക, കൊത്തിത്തിന്ന കാലം മതി, തറയിൽ കിടന്ന് കുത്തിത്തിന്ന കാലം മതി. കാർമേഘത്തിന്റെ മുകളിലൂടെ ഒരു കഴുകൻ കുഞ്ഞ് പറന്നുയരുന്നത് പോലെ പ്രതിസന്ധികളുടെ മുകളിലൂടെ നീയും നിന്റെ തലമുറയും, നീയും നിന്റെ ശുശ്രൂഷയും, നീയും നിന്റെ സഭയും പറന്നുയരുന്ന ഒരു സീസൺ, പറന്നുയരുന്ന ഒരു സീസൺ ഈ പകൽ ദൈവം ചെയ്യുക. പ്രാർത്ഥനയുടെ 37ാമത്തെ പകൽ, ഇന്ന് പകൽ ദൈവം ആരോടൊക്കെയോ ഇടപെടുന്നു. ദൈവാത്മാവെന്നെ കാണിക്കുന്നൊരു വെളിപ്പാട്. നീ കരഞ്ഞ, നിന്റെ കുടുംബം കരഞ്ഞ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്ന് നീ തകരുമെന്ന് വിധി എഴുതിയവർ കാണുക. നീ പറന്നുയരുക. നിനക്ക് ശുശ്രൂഷയില്ലെന്ന് പറഞ്ഞവർ കാണുക. പറന്നുയരുക. ദേശത്തെ അബിരികൾക്ക് മുകളിലൂടെ നീ പതർന്നുയരുക. വ്യക്തി ജീവിതങ്ങൾ കൂട്ടുകെട്ടുകൾ കൂടി നിനക്കെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ വെല്ലുവിളിച്ച് കെട്ടിയ കെട്ടുകളെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 37ാമത്തെ പകൽ ദൈവം പൊളിച്ചു മാറ്റി. സംതിങ് എക്സ്ട്രാ ഓർഡിനറി എന്റെ ദൈവം നിന്നെ പുറത്തെടുക്കും കേട്ടോ. എന്റെ ദൈവം നിന്നെ പുറത്തെടുക്കുക. ആരും കാഴ്ചക്കാരായി ഇതിനകത്തിരിക്കരുത്. ഇന്ന് പകൽ അകത്തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഈ ദൂതിനോട് ആമേൻ പറയണം. ആരുടെയൊക്കെ ശിരസിൽ പരിശുദ്ധാത്മാവ് കരം വച്ച് ഈ വചനം വ്യക്തമായി അരുളി ചെയ്യുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ അനുഭവിച്ച കണ്ണത, നീ അനുഭവിച്ച നിന്ന, നീ അനുഭവിച്ച വേദന നിന്റെ തലമുറ അനുഭവിക്കില്ല. നിന്റെ തലമുറ അനുഗ്രഹമേ അനുഭവിക്കത്തില്ല. അവനെ ഞാൻ മാനിക്കും, അവളെ ഞാൻ മാനിക്കും, അവളെ ഞാൻ ഉദ്ധരിക്കും. നാളുകളിൽ അവൾ പറയും, അവൻ പറയും, എൻ്റെ അപ്പൻ്റെ ദൈവമായിരുന്നു, എൻ്റെ അമ്മയുടെ ദൈവമായിരുന്നു.
അവൻ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നെന്ന് പറയത്തക്ക നിലവാരത്തിൽ ഏതൊക്കെ കൂടാരങ്ങളുടെ മേൽ ഒരു മഞ്ഞ് പെയ്തു വീഴുന്നത് പോലെ, ഒരു ചാറ്റൽ മഴ പെയ്തു വീഴുന്നത് പോലെ വർഷങ്ങൾ പഴക്കമുള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാ. വർഷങ്ങൾ പഴക്കമുള്ള നീതി, വർഷങ്ങൾ പഴക്കമുള്ള നീതി കാലഘട്ടത്തിനകത്ത് വെളിപ്പെടാ. ദൈവം മറച്ചു വച്ച നീതി ശൗലുമാർ വീഴുമ്പോ, ഇസ്രായേലിനെതിരെ ഫെലിസ്ത്യൻ എഴുന്നേറ്റു വരുമ്പോ, ആമേൻ, അഭിഷേകമുള്ള ചെലവിനെ ആമേൻ നിർത്താൻ വേണ്ടി ദൈവം മറച്ചു വച്ച നീതി അഗശരേശേ, എസ്തേരേ, മൊർദെഖായേ, മെലക്കെതിരെ ഹാമാൻ കഴുകുമരമൊഴുക്കുന്നതിന് മുമ്പ് അഗശരേശിന്റെ കൊട്ടാരത്തിൽ എനിക്ക് എസ്തേറിനെ കൊണ്ടു നിർത്ത ഒരു നീതി ഉണ്ടായിരുന്നില്ലേ? ആ നീതി ഇന്ന് പകൽ തലയിൽ കൈവച്ചിട്ട് പറ, ദൈവിക നീതി വെളിപ്പെടും, ദൈവിക നീതി വെളിപ്പെടും. ദൈവം എഴുതി കാണിച്ചു. ആലയത്തിൽ മാത്രമല്ല, ശുശ്രൂഷയിൽ മാത്രമല്ല, ഇതിനകത്ത് യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കൂടാരങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. പിതാക്കന്മാർ കരഞ്ഞത്, പിതാക്കന്മാർ നിലവിളിച്ചത്, രാത്രിയെ പകലില്ലാതെ ഓടിയത്, രാത്രിയെ പകലില്ലാതെ അധ്വാനിച്ചത്, ഒരായുസ് മുഴുവനും ദൈവസന്നിധി വിശ്വസ്തയോടെ വിതച്ചത്, തലമുറകളുടെ മേൽ ദൈവം ഫേവറായി വെളിപ്പെടുത്തു, ദൈവം ഫേവറായി വെളിപ്പെടുത്തു. നിന്റെ തലമുറകളെ കണ്ടത് ഒരു കുടുംബത്തിന്റെ വിടുതലിനല്ല കുഞ്ഞ്, ഒരു രാജ്യത്തിന്റെ വിടുതലിന്, ഒരു ദേശത്തിന്റെ വിടുതലിന്, ഒരു പട്ടണത്തിന്റെ വിടുതലിന്, ഒരു വംശത്തിന്റെ വിടുതലിന്. ഈ പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നമ്മുടെ ആലയത്തെ ദൈവം കണ്ടത് ഈ ദേശത്തിന് വേണ്ടി മാത്രമല്ല, ആമേ, കോണ്ടിനെന്റുകളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തോ. ശക്തമേറിയൊരു നിയോഗം. എന്നും കാട്ടിലൊതുങ്ങില്ല. ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, കാട്ടിൽ കിടന്ന എന്നെ ആർക്കും വേണ്ടാത്തിട്ട് കണ്ടൊരു കണ്ണുണ്ട്, കണ്ടൊരു കണ്ണുണ്ട്. ഒരു പാസ്റ്റർ കണ്ണ് നിന്നെ കണ്ടില്ലേ? ഒരു പ്രവാചകന്റെ കണ്ണ് നിന്നെ കണ്ടില്ലേ? അപ്പൻ്റെയും അമ്മയുടെ കണ്ണ് നിന്റെ ദൃഷ്ടി നിന്റെ മേൽ വീണില്ലേലോ? അവരുടെ എല്ലാം മുമ്പിൽ നീ ഒന്നിനും കൊള്ളാത്തവനായിരിക്കുക, നീ കഴിവില്ലാത്തവനായിരിക്കുക, നീ കഴിവ് കെട്ടവനായിരിക്കുക, നീ ശൂന്യമായിരിക്കുക. പക്ഷെ എൻ്റെ ദൈവം പറയുക, എൻ്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കണ്ട കാട്ടിൽ നീ ഒതുങ്ങില്ല. കാട്ടിൽ നിന്ന് നിന്നെ ഞാൻ ലിഫ്റ്റ് ചെയ്യും, ഞാൻ നിന്നെ കാട്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യും, നിന്നെ നാട്ടിൽ ഞാൻ എത്തിക്കും. നാട്ടിൽ ഞാൻ എത്തിച്ചിട്ട് അഭിഷേകത്തിൻ്റെ തൈലത്തെ പകര്, അഭിഷേകത്തിൻ്റെ തൈലം പകരപ്പെട്ട് കഴിഞ്ഞ നീ നാട്ടിൽ ഒതുങ്ങില്ല, നീ രാജകൊട്ടാരത്തിലെത്തും. ഈ പകൽക്കാലം ആത്മാവിൽ പ്രവചിക്കുക. പിതാക്കന്മാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ദൈവിക അനുഗ്രഹത്തിലേക്ക്, പിതാക്കന്മാർക്ക് ചിന്തിക്കാൻ കഴിയാത്ത അനുഗ്രഹത്തിലേക്ക് എൻ്റെ ദൈവ അർഹതയില്ലാത്ത ചില കുടുംബങ്ങള്, ചില വ്യക്തികള് എൻ്റെ ദൈവം ഉയർത്തുക, എൻ്റെ ദൈവം മാനിക്കുക, എൻ്റെ ദൈവം ഉയർത്തുക. വൈഡാബാര ധാര 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 ധാരം ധാരം വൈഡമാന വൈഡപരം ദുര വക്ഷപരം ദര വൈഡപരം ദര വൈഡാരികമാനാധാര വക്ഷേരികമാനധൂര ധാര 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 അർത്ഥഭാര ധൂരധാര ശരാമനാഥ. ഈ പകൽ ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ കാട് മാറണോ? ദൈവികമായ ബന്ധം വേണം, ദൈവികമായ ബന്ധം വേണം. ദൈവിക ബന്ധത്തെ മുറിച്ചാൽ നിന്റെ ജീവിതത്തിനകത്തൊന്നും നേടാൻ കഴിയില്ല.
നീ ഒരുക്കി വയ്ക്കുന്നതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. നീ ഒരുക്കി വയ്ക്കുന്നതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് തീരുപോകും. ഇന്നലെ ഞാൻ അവിടെ ശുശ്രൂഷിച്ചിട്ട് ഞാൻ കാറിൽ കയറാൻ പോകുന്നതിന് മുമ്പ് ഒരാൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ട്രിവാൻഡ്രത്ത് ഇന്നടുത്താ താമസിക്കുന്നേ. എൻ്റെ പിതാവിന് എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ചെയ്യാത്ത ബിസിനസ്സുകൾ ഇല്ല. പക്ഷേ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല, ആ ഒറ്റ വർഷം കൊണ്ട് ഉണ്ടായിരുന്ന നന്മയെല്ലാം തകർന്നു. എൻ്റെ അപ്പനുണ്ടായിരുന്ന നന്മയെല്ലാം കൂടെ നിൽക്കുന്നവർ ചതിച്ച് തട്ടിയെടുക്കുമെന്ന് ഭയന്നിട്ട് ഞാൻ നല്ല വിദ്യാഭ്യാസം പോലും ചെയ്യാതെ അപ്പൻ ചെയ്ത ബിസിനസ്സിനെല്ലാം നന്മ ചോരാതിരിക്കാൻ കൂടെ നടന്നു. എത്രയൊക്കെ സംരക്ഷിക്കാൻ നോക്കിയിട്ടും ഒരു വർഷം മുൻപ് എല്ലാം തകർന്നു. ഇന്ന് തകരപ്പെട്ടവനാണ്, ഉടയപ്പെട്ടവനാണ്. സന്തോഷത്തോടെ ആഹാരം കഴിച്ചിട്ട് വർഷങ്ങളായി പാസ്റ്റേ, കണ്ണുനീരോടെ എൻ്റെ കൈ പിടിച്ച് വിങ്ങിപ്പൊട്ടിക്കരയുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് സ്നേഹിത, ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? ചീട്ടുകൊട്ടാരം പോലെ എന്നോട് പറഞ്ഞതിനനുസരിച്ച് ഏകദേശം 15-ലധികം ബിസിനസ് ഉണ്ടായിരുന്നവർ. ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം ലേവിഷല്ലോ, എല്ലാം ഒറ്റ വർഷം കൊണ്ട് തകർന്നു പോകുമ്പോൾ ഈ പകൽക്കാലം ഒന്നുമില്ലേലും ദൈവിക ബന്ധമുണ്ടോ, അർഹതയില്ലാത്തടുത്ത് നിന്നെ കൊണ്ടു നിർത്തും. അർഹതയില്ലാത്തടുത്ത് ദൈവം നിന്നെ കൊണ്ടു നിർത്തും. ഇന്ന് കാണുന്നതെല്ലാം ദൈവം നൽകും. ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തും. അതിന് നിനക്കാവശ്യം ദൈവികമായ ബന്ധമാണ്. നീ പണം തേടിപ്പോകണ്ട, നീ പദവി തേടിപ്പോകണ്ട, നീ ഫെയിം തേടിപ്പോകണ്ട, നീ ഉണ്ടെന്ന് കാണിക്കാൻ ഒന്നും ചെയ്യണ്ട. വനാന്തരത്തിലാണേലും ആ ബന്ധത്തിൽ മുറുകെ പിടിച്ചോ. നിനക്ക് വേണ്ടി ഒരു സമയം വച്ചിട്ടുണ്ട്. നിന്റെ സമയം വരുമ്പോ അവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ ദൈവം ഉയർത്തും. ഈ പകൽ ഏതോ കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക. നീ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുൻ നിയമനത്താൽ നിർണയിക്കപ്പെട്ട ഒരു സമയമുണ്ട് കുഞ്ഞേ. ആ സമയത്ത് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ വനാന്തരം പൊളിച്ചു ദൈവം അർഹതയില്ലാത്ത ഇടത്ത് എന്റെ ദൈവം നിന്നെ കൊണ്ടുവരുത്ത്. വചനം പറയുന്നു, വനാന്തരത്തിൽ കിടന്നവൻ നാട്ടിൽ വന്നു, നാട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ പോയി. 1-2 പദങ്ങൾ അവിടെ നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ദൂതിലേക്ക് വ്യത്യസ്തമായി 1-2 ചിന്തകൾ പറയാനുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരു പദം ഞാനിങ്ങനെ പറയട്ടെ. കാട്ടിൽ കിടന്നാലും ദൈവം നമ്മെ കാണും. ദൈവം ഇശായിയുടെ അടുക്കൽ ശമൂവേലിനെ അയച്ചിട്ട് ശമൂവേലിനെ വിട്ടു പറയിച്ചൊരു ദൂതുണ്ട്. നീ ഇശായിയോട് പറയണം, ഇശായിയുടെ കൂടാരത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടു. ഇന്ന് പകൽ നോക്കി ദൈവം പറയുക, ആരെ കണ്ടെന്ന്? രാജാവിനെ കണ്ടെന്ന്. ഈ രാജാവ് ഇപ്പൊ എവിടെയാ? മാറിയുടുക്കാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചവനായി ഒരു കിന്നരയുമായി ഏതോ മരത്തിന്റെ ചുവട്ടിൽ കാട്ടിൽ ആടിനെ മേച്ച് ആടിനെ പോറ്റി നടക്കുന്ന ദാവീദിനെ കണ്ടിട്ടിൽ ദൈവം പറയുകയാ, ഇശായിയുടെ കൂടാരത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടു.
ലോകം പറയും, ദാവീദോ അവൻ ആട്ടിടയനാ, അവനെ വീട്ടിൽ പോലും വിശായി കയറ്റുന്നത്, വീട്ടിൽ പോലും വിശായി കയറ്റുന്നത്. വെക്കേഷൻ എല്ലാം ശൗലിന്റെ കൊട്ടാരത്തിനകത്ത് സൗലിന്റെ സോൾജിയേഴ്സായി ഭടന്മാരായി സേവനമനുഷ്ഠിക്കുന്ന 7 പേർ വെക്കേഷനെങ്കിലും വീട്ടിൽ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദാവീദിനെയാണെങ്കിൽ ഷായ് വീട്ടിന്റെ മുറ്റത്ത് പോലും കേറ്റില്ല. അവനേതോ കാട്ടിൽ ഏതൊക്കെ ആടിനെ വളർത്തി ജീവിക്കുന്നു എന്ന കേട്ടുകേൾവി. നാട്ടുകാർക്ക് മൈക്ക് കൊടുത്താൽ നാട്ടുകാർക്ക് ദാവീദിനെ പറ്റി ഇത്രയേ പറയാനുള്ളൂ. അപ്പനോട് ചോദിച്ച അപ്പൻ പറയും, എന്റെ മക്കൾ 7 എണ്ണം ശൗലിന്റെ കൊട്ടാരത്തിലുണ്ട്. ഒരുവനുണ്ട്, അവനെ ഞാൻ വീട്ടിൽ നിന്ന് പേര് വെട്ടിക്കളഞ്ഞു. എന്റെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി ഒരുവനുണ്ട്. വല്ല കാട്ടിലും വല്ല ആടിനെയും മേച്ച് ജീവിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ സ്വർഗം പറഞ്ഞൊരു ദൂത് കേട്ടോ, ഇശായിയുടെ കൂടാരത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടു. ഈ പകൽ നാട്ടുകാർ പറയുന്നതല്ല നിന്റെ ഭാവി, അപ്പനും അമ്മയും മാർക്കിടുന്നതല്ല നിന്റെ ഭാവി. സ്വർഗം എന്തു പറയുന്നോ അതാണ് നിന്റെ ഭാവി. ഇന്ന് പകൽ ആത്മമറവിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തൂതു കൈമാറാ. ഉലകത്തിൽ ശക്തന്മാരെ ഈ ആലയത്തിനകത്ത് ദൈവം കണ്ടിട്ടുണ്ട്. മാതാപിതാക്കളെ പ്രവചിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ പ്രവചിക്ക. ലോകം വിധി എഴുതിയ, ലോകം അപമാനമെന്ന് പറഞ്ഞ പല ശക്തന്മാരും നിന്റെ വീട്ടിനകത്തുണ്ട്. ഓ, വല ദൈവ കൃപയുള്ളവരും തന്റെ ഇടമുണ്ടോ പറയാൻ? തന്റെ ഇടമുണ്ടോ പറയാൻ? നിന്റെ തലമുറയ്ക്ക് കഴിവ് കാണില്ല, നിന്റെ തലമുറയ്ക്ക് സൗന്ദര്യം കാണില്ല, നിന്റെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കാണില്ല. പക്ഷെ എങ്കിലും പറയണം, ഈ ലോകത്തിൽ ശ്രേഷ്ഠന്മാർ, ഈ ലോകത്തിൽ വിദ്യാസമ്പന്നന്മാർ, ഈ ലോകത്തിൽ രാജകീയ അഭിഷേകം ചുമക്കാൻ ശക്തിയുള്ള ചിലവ് എന്റെ വീട്ടിലുണ്ടമ്മേ, എന്റെ വീട്ടിലുണ്ടമ്മേ, എന്റെ ആലയത്തിലുണ്ടമ്മേ. വലിയൊരു ഫേവർ വെളിപ്പെടുക, ഫേവർ വെളിപ്പെടുക. ദൈവം ചിലവിനെ സെലക്ട് ചെയ്യുക, ദൈവം ചിലവിനെ സെലക്ട് ചെയ്യുക. ഈ പകൽക്കാല നിന്നയുടെ കിരീടം വച്ച ആ ശിരസിൽ, ലോകം നിന്നെ അപമാനമെന്ന് പറഞ്ഞ ആ ശിരസിൽ രാജകീയമായത്, ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠമായത് വയ്ക്കുന്നൊരു സീസൺ, വയ്ക്കുന്നൊരു കാലഘട്ടം ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ തുറക്കുകയാ. ഇന്ന് പകൽ പറ, നിന്റെ കൂടാരത്തിലുള്ളത് ദൈവം ശ്രേഷ്ഠ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാ, ശ്രേഷ്ഠ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തവരാ. ഇന്ന് പകൽക്കാലം പറയാമോ മക്കളെ? പറയാൻ കഴിയുമെങ്കിൽ ഒന്ന് പറ. ഉലകത്തിൽ ആരും കാണാത്തതെന്തോ ദൈവം എന്നെ കണ്ടിട്ടുണ്ട്, ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. നിനക്ക് ഉയർന്ന വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹമുണ്ടോ? പക്ഷെ നിന്റെ ഈ ബുദ്ധി നിന്നെ അതിനനുസരിച്ച് ഉയരാൻ നിന്നെ വിടില്ല. പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, പാസ് എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ല. നമ്മളെപ്പോഴും പറയുന്ന ഒരു പദമുണ്ട്, കൊക്കിനൊതുങ്ങുന്നത്. ഞാൻ ആത്മാവിൽ പറയാം, ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ, ബന്ധമില്ലാത്ത കാര്യമല്ല പറയുന്നത്,
ചാടിക്കേറി ഏതോ കോഴ്സ് എടുത്ത് പരാജയപ്പെട്ട കാര്യമല്ല ഞാൻ പറയുന്നേ. ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ നിനക്ക് ജ്ഞാനം കുറവാണെങ്കിലും നീ വലുത് സ്വപ്നം കാണണം. ഹലോ, ബന്ധമില്ലാതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ ജ്ഞാനം കുറവാണെങ്കിലും വലുത് സ്വപ്നം കാണണം. എപ്പോഴും പോസിറ്റീവ് പറയണം. കയ്യിൽ റിസൾട്ട് വരുമ്പോൾ പരാജയമായിരിക്കാം നിനക്ക്, എങ്കിലും പറയണം ഈ പരാജയത്തെയും വിജയമാക്കാൻ ദൈവത്തിന് കഴിയും. പ്രിയരെ, എല്ലാവരും ജയിച്ചല്ല വലിയവരായത്. തോൽവികൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. തോൽവികളിൽ കിടന്നാൽ തകർന്നു പോകും. തോൽവികളിലും എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, കൂട്ടുകാരെക്കാൾ ആനന്ദപരമായി അഭിഷേകം ചെയ്ത ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവായാൽ ഔദാരികമായി ജ്ഞാനം തരുന്ന പിതാവിനോട് ചോദിക്കണം. ഇന്ന് പകൽ എത്രയോ ശക്തന്മാരായ ഡോക്ടേഴ്സ്, ഹൈ പ്രൊഫൈലിലിരിക്കുന്ന എഞ്ചിനീയേഴ്സ്, അവരൊക്കെ ഇന്നലകളിൽ സാധാ ഏതോ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാ. എന്തുകൊണ്ട് ഉയർന്നോ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നീയും ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് കണ്ടെടുത്തെത്തും. നീയും ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ നിന്റെ അപ്പൻ കണ്ടതിനേക്കാൾ, അമ്മ കണ്ടതിനേക്കാൾ ഉയരത്തിൽ എൻ്റെ ദൈവം ഉയർത്തും. ഈ പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് ഒറ്റ വാക്കി പറഞ്ഞിട്ട് വായിച്ച കുറിവാക്യത്തിലേക്ക് വരാം. എൻ്റെ ദൈവം ദാവീദിനെ കണ്ടതുകൊണ്ട് കാട്ടിൽ കിടന്നവൻ്റെ മേൽ അഭിഷേകം വീണു. അഭിഷേകമാണ് പ്രിയരെ, അഭിഷേകമാണ് പ്രിയരെ നിന്നെ ഉയർത്തുന്നത്. എത്രയോ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ആരാധന വിലക്കുന്നവരുണ്ട്, പ്രാർത്ഥന മുടക്കുന്നവരുണ്ട്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവിക കാര്യത്തിന് നീ മുന്നിട്ട് നിന്നാൽ, ദൈവിക പദ്ധതിക്ക് നീ മുന്നിട്ട് നിന്നാൽ, ദേവാലയത്തിനു വേണ്ടി നിന്നാൽ, എഴുതിയിട്ടോ ഇല്ലെങ്കിൽ നീ കമ്പയർ ചെയ്ത് നോക്കിയോ, ദൈവാലയത്തിനു വേണ്ടി നിന്ന തലമുറകൾ മാനിക്കപ്പെട്ടത് നീ കാണും, നീ കാണും, നീ കാണും. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ദേവാലയത്തിൽ ഇരിക്കേണ്ട സമയത്ത് പഠിച്ചാൽ എന്നാ കുഴപ്പം? അഭിഷേകം വീഴില്ല, അതാ കുഴപ്പം. അഭിഷേകം വീഴില്ല, കുഴപ്പം അതാ. അപ്പനമ്മമാർ വിലക്കുന്നവ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോ സഭകളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പരാജയമാണ്, ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞ് കൈക്കുഞ്ഞായതുകൊണ്ട് പള്ളി വരില്ല, കുഞ്ഞ് എഴയുന്നത് കൊണ്ട് പള്ളി വരില്ല. പണ്ട് കിലോമീറ്റർ എല്ലാ വെള്ളിയും എല്ലാ കാത്തിരിപ്പ് യോഗവും എല്ലാ ഞായറാഴ്ചയും കുഞ്ഞിന്റെ വലങ്കരം പിടിച്ച് നടത്തിക്കൊണ്ടുവരുമായിരുന്നു. അമ്മേ, പണ്ട് കുഞ്ഞ് നടക്കുമ്പോൾ ഒരു സൗണ്ട്, അവയിട്ടിരിക്കുന്ന ഷൂവിന്റെ സൗണ്ടാ. ഇവൻ പള്ളിയിലാണ് പോണത്, നാട്ടുകാർ മൊത്തം കാണുമായിരുന്നു. ഇന്ന് അവസ്ഥ മാറി. വണ്ടി വന്നതുകൊണ്ട് ഹസ്ബൻഡ് വീട്ടിലില്ല, അതുകൊണ്ട് പള്ളി ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പല തലമുറകളെയും ആരാധനകൾ പഠിപ്പിക്കുന്നില്ല.
ഇന്നിവിടെ പ്രസംഗിക്കുമ്പോഴും പന്തുമായി തേരാപാരം അടക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഇന്നിവിടെ ആരാധന നടക്കുമ്പോഴും വീട്ടിനകത്തിരുന്ന് റിമോട്ട് ഞെക്കി ചാനൽ മാറി മാറി കണ്ടു രസിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അഭിഷേകമാണ് നിന്നെ ഉയർത്തുന്നത്. ദൈവം കണ്ട പദ്ധതിയിലെത്തിക്കുന്നത് അഭിഷേകമാണ്. പണ്ടുള്ള മാതാപിതാക്കൾ കഴിക്കാൻ ആഹാരമില്ലേലും എല്ലാ ആരാധനയിലും ദേവാലയത്തിൽ കാണുമായിരുന്നു. പറയാൻ 100 എക്സാമ്പിൾ എനിക്കുണ്ട്. പേര് പറഞ്ഞു പറയാൻ കുടുംബങ്ങളെ എനിക്കറിയാം. പക്ഷെ ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാൻ 100 എക്സ്ക്യൂസാ, നമുക്ക് പറയാൻ 100 കാരണമാ. കുഞ്ഞേ, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവന് വേണ്ടി മാത്രമേ അഭിഷേകം ചലിക്കൂ. അഭിഷേകം ചലിക്കൂ. ദൈവാലയത്തോട്, ദൈവിക ബന്ധത്തോട്. ഞാനൊരു പരാജയം പറയാം. അഭിഷേകം വീണില്ലെങ്കിൽ തലമുറ ലോകത്തിനടിമയാകും. കണ്ടിട്ടില്ലേ? കയ്യിലും കാലിലും, ചെവിയിലും മൂക്കിലും എല്ലാം അടിച്ചുകൊണ്ട് അമ്മൻ അടിച്ചിട്ട് റൗണ്ട് അടിച്ച് നടക്കുക. എന്നിട്ടും പരാതി, പാസ്റ്റർ എൻ്റെ മോനെ ശുശ്രൂഷകനാക്കിയില്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പകൽ അഭിഷേകം വീണില്ലെങ്കിൽ തലമുറ പിന്മാറും. ഇന്ന് പകൽ അഭിഷേകമുള്ള തലമുറ പിന്മാറുന്നു. അപ്പോ തേരാപ്പാര നടക്കുന്ന തലമുറയോ? നിങ്ങൾ ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? അഭിഷേകം വീണില്ലെങ്കിൽ തലമുറ പിന്മാറും. തലമുറ പിന്മാറിയാൽ ദൈവിക ന്യായവിധി വെളിപ്പെടും. നമുക്ക്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വയസ്സാം കാലത്ത് കരയാനേ നിവർത്തി വരത്തുള്ളൂ. ഒരു കാര്യത്തിലും ദൈവവചനത്തോട് കോംപ്രമൈസ് പറഞ്ഞു കൊടുക്കരുത്. കുഴപ്പമില്ലടാ, ഇങ്ങനെ പോയാൽ സാരമില്ലടാ. നോ. നീ അറിഞ്ഞ സത്യം എന്താണോ, കേൾക്കുകയോ ഇല്ലാതിരിക്കുകയോ, നീ അത് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി നിന്റെ തലമുറകളെ പ്രോത്സാഹിപ്പിക്കണം. വചനം പറയുന്നു, അങ്ങനെയുള്ളവൻ്റെ മേൽ അഭിഷേകം വീഴും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴാണ് ദൈവം തൊടുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കായിരിക്കുക, ചിലപ്പോൾ ശനിയാഴ്ചയായിരിക്കുക. എല്ലാവരും വിചാരം ഞായറാഴ്ച വരുമ്പോൾ ദൈവദാസൻ തൊടുമ്പോഴാണ് വീഴുന്നതെന്ന്. ഇല്ലില്ല, ദൈവം വച്ചൊരു സമയമുണ്ട്. ആ സമയത്ത് അവൈലബിൾ ആയാൽ നിന്റെ തലമുറ രാജാവാകും. ആ സമയത്ത് അഭിഷേകം വീണാൽ എത്തേണ്ടടുത്തെത്തും. ഈശായിയുടെ കൂടാരത്തിൽ ശമൂവേല് വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അഭിഷേകം വീണാൽ നിന്റെ സമയത്തല്ല കുഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നിന്റെ സമയത്തല്ല കുഞ്ഞ് ദൈവിക വിടുതൽ വെളിപ്പെടുന്നത്. നിന്റെ സമയത്തല്ല കുഞ്ഞ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ സമയത്ത് ഇറങ്ങി വരുമ്പോ നീ അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. കർത്താവേ, നീ എന്നെ തേടി വരുമോ അന്ന് ഞാൻ അവൈലബിളായി മാറണം. ഇന്ന് പകൽ എഴുതിയിട്ടോണം. ഈ പ്രസംഗം വേറൊന്നും ശ്രദ്ധിച്ചാലും ഇത് ശ്രദ്ധിച്ചോണം. ദൈവം എപ്പോഴും മനുഷ്യനോട് വാദിക്കത്തില്ല. എപ്പോഴും നിന്റെ കുടുംബത്തെ വിടിവിപ്പാൻ ദൈവം ഇറങ്ങി വരില്ല. നിന്റെ തലമുറയെ നിറയ്ക്കാൻ ദൈവം ഇറങ്ങി വരില്ല. നിന്റെ രോഗം സൗഖ്യമാകാൻ ഇറങ്ങി വരില്ല. ഇന്ന് പകൽ വിശ്വാസമുണ്ടോ? ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മൾ ശമൂവേൽ തൈലക്കൊമ്പുമായി ഈശായിയുടെ വീട്ടിൽ വന്നപ്പോ ദാവീദിനെ കണ്ടില്ല. ദാവീദിനെ കാണാത്തത് കൊണ്ട് അവൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ
ഇഷായി പറയുക, ഒരുത്തരം കൂടെ ഉണ്ട്, ഞാൻ കളഞ്ഞതാ, ഞാൻ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയതാ, കാട്ടിക്കിടപ്പുണ്ട്. ശമൂവേൽ എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് സമയം, ഇപ്പോൾ കൊണ്ടുവരിക, ഞാൻ അവരിലൊരു രാജാവിനെ കണ്ടു. പ്രിയരെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എന്നടുത്ത് ഒരു കുടുംബം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. ഞാൻ ദൈവാത്മാവിൽ പറഞ്ഞു, ഇന്ന മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനു മുമ്പ് ഒരു ദൂത് ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 കാര്യം ക്രമീകരിക്കണം. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ മാറിയിരുന്ന് ഇത്ര ദിവസം പ്രാർത്ഥിക്കണം. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വിസ ദൈവം ഒരുക്കി. അവിടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തകർന്നു കിടക്കുക, എല്ലാം ഉണ്ടായിരുന്നവർ എല്ലാം തകർന്നു പോയി. UK വിസ വന്നു, എംബസി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എല്ലാം ഓക്കെ ആയി. എന്നോട് പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞതുപോലെ എല്ലാ കാര്യവും നടന്നു. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഞാനത് റിജക്റ്റ് ചെയ്യും. അടുത്ത ഞായറാഴ്ച എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ വഴിയെ ഞാൻ അടച്ചു. ഞാൻ ഈ ദൂത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററല്ലേ പറഞ്ഞത് തുറക്കുമെന്ന്. ഞാൻ അടുത്തു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ദൈവാത്മാവിൽ ദൂത് കൈമാറിയപ്പോൾ ദൈവം ഓർമ്മപ്പെടുത്തിയ 2 കാര്യം നിങ്ങൾ ക്രമീകരിച്ചോ? മാറിയിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ? ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നപ്പോൾ ആ കുടുംബം അകലെയായിരുന്നു. ആ കുടുംബത്തെ വിടുവിക്കാൻ ഞാൻ ഇറങ്ങി വന്നപ്പോൾ അവർ അകർന്നുപോയി. അവർ ഞാൻ പറഞ്ഞ കാര്യം ക്രമീകരിച്ചില്ല. ഇന്ന് പകൽ നിന്റെ കളിപ്പാട്ടമല്ല ദൈവം. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നീ വന്നാൽ വീഴേണ്ട അഭിഷേകം വീഴും. ഈ പകൽ തലമുറകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സാധാരണ ജീവിതം ജീവിച്ച് ഒരു പരാജയമായി പോകണമെങ്കിൽ ഇന്ന് പകൽ ഈ ദൂതേറ്റെടുക്കണ്ട. ദൈവം വച്ച ദൈവിക പദ്ധതിക്കകത്ത് ജീവിതം ജീവിച്ച് വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് ദൈവിക ആഴമേറിയ ദൈവിക മർമ്മത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ഈ പകൽ ദൈവത്തോട് പറയണം, അങ്ങയ്ക്ക് വേണ്ടി 24x7 സെക്കൻഡ് അവൈലബിൾ ആകോ. പരിശുദ്ധാത്മാവേ, എനിക്ക് കൃപ നൽകണമേ. അങ്ങനെയുണ്ടായിരുന്ന ഒരു ദാവീദിന്റെ മേൽ ദൈവം അഭിഷേകം നിറച്ചു. ഇന്ന് പകൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ദാവീദ് രാജാവായി മാറി. ദാവീദിന്റെ ആഗ്രഹം ദൈവത്തിന് ആലയം പണിയണം. ഫെലിസ്ത്യർ കൊണ്ടുപോയ ദൈവമഹത്വം തിരിച്ചു കൊണ്ടുവരണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രിയരെ, നിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമായിരിക്കണം. നിനക്ക് ദൈവം എങ്ങനെ ഉയർത്തിയാലും ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമായിരിക്കണം. ഒന്നാമത്തെ ലക്ഷ്യം ദൈവമഹത്വമായിരിക്കണം. ഒന്നാമത്തെ ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം. നിന്നെ ദൈവം കൊട്ടാരത്തിലിരുത്തിയപ്പോൾ വചനം പറയുന്നു, ദാവീദ് പണിതത് രാജകൊട്ടാരമല്ല, ദാവീദ് പണിയാൻ കൊതിച്ചത് ദൈവത്തിനു മനോഹരമായ ആലയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് വചനം പ്രസംഗിക്കാൻ പ്രൗഡാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ആലയം വലുതാ, പാർക്കുന്ന വീട് ചെറുതാ. എനിക്ക് പ്രിവിലേജാ. ഞാൻ ഇന്നലെയും ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ എവിടെയാ താമസം? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഒരു കുഞ്ഞ് പാസ്റ്ററേജിലാ താമസിക്കുന്നത്. ഹലോ, എനിക്ക് പറയാൻ പ്രൗഡാ. എൻ്റെ പിതാക്കന്മാർ, എൻ്റെ കുടുംബം ഫസ്റ്റ് ദേവാലയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇന്ന് പകൽ നീ ദൈവിക കാര്യത്തിന് പ്രാധാന്യം കൊടുത്താൽ നിന്റെ തലമുറയുടെ കാര്യം ദൈവം നോക്കും. നിന്റെ തലമുറയുടെ കാര്യം ദൈവം നോക്കും.
മൈൻഡ് മാറി. പലരും നമ്മിൽ തന്നെ ഒതുങ്ങി. ദൈവം നിന്നെ രക്ഷയുടെ സന്ദേശം കൈമാറിയത് മിന്നിലൊതുങ്ങാനല്ല. നിന്നെപ്പോലെ കെട്ടപ്പെട്ട് കിടക്കുന്ന ആയിരങ്ങളുണ്ട്. ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, ഈ നാവ് തുറന്ന് ഈ വർഷം ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞോ? ഏതെങ്കിലും ദൈവദാസന്മാരെ കുറിച്ച് നല്ല കാര്യം നീ പറഞ്ഞോ? നമ്മൾ നാക്ക് തുറക്കുന്നത് മുഴുവനും ദൈവാലയത്തെയും ദൈവദാസന്മാരെ പറ്റി ദുഷിക്കാനാ. ഹലോ, എൻ്റെ ചോദ്യം, നിന്നെ വിടുവിച്ചത് അടിമത്വത്തിൽ കിടക്കുന്ന അനേകരെ വിടുവിക്കാനാ. നീ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദൈവാലയത്തിനും ദൈവരാജ്യത്തിനാണ്. ദാവീദിനറിയോ, ദൈവമഹത്വം തിരിച്ചു വന്ന എന്റെ കൊട്ടാരത്തെ ദൈവം പണിയും, എന്റെ ദൈവത്തെ ദൈവം പണിയേ. നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കെന്തുണ്ടായാലും ദൈവരാജ്യത്തിന് കൊടുക്കില്ല, ദൈവാലയം പണിയാൻ കൊടുക്കില്ല. നമ്മൾ പലതും പിടിച്ചു വെക്കും. ആത്മാവ് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ആ പദം വന്നതുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. ദൈവരാജ്യത്തിന് നീ പ്രാധാന്യം കൊടുക്കണം, ദൈവമഹത്വത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. ഈ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ദാവീദ് കൊട്ടാരം പണിയാൻ പ്രാധാന്യം കൊടുത്തു എന്ന് വചനത്തിനകത്തില്ല. പക്ഷെ ദേവാലയം പണിയാൻ, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടുവരാൻ പ്രാധാന്യം കൊടുത്തു എന്ന് ദേവാലയം ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ദേവാലയം പണിയാൻ പ്രാധാന്യം കൊടുത്തവന് വേണ്ടി ദൈവം കൊട്ടാരം പണിതു. ഇന്ന് പകൽ മുന്നമേ നീ രാജ്യവും നീതിയും അന്വേഷിക്കണം. അതോടുകൂടെ ദൈവം നിനക്ക് വേണ്ട ഉള്ളതെല്ലാം അവൻ പണിയും. ഈ പകൽ തൻ്റെ ഇടമുണ്ടോ? മാതാപിതാക്കളോട് പറയണം, അപ്പനമ്മമാരോട് പറയണം, മക്കൾ അപ്പനമ്മമാരെ നമുക്ക് ദേവാലയം പണിയ. മാതാപിതാക്കളെ മക്കളോട് പറയണം, നമുക്ക് ദേവാലയം പണിയ. ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഒറ്റ വ്യക്തികളോട് പോലും ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ദേവാലയത്തിന് വേണ്ടി മാത്രമേ ഏത് വേദിയിലും എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പലതരമാർക്ക് പിടിക്കില്ല. ഞാൻ പറയാനുള്ള കാരണം, ദാവീദ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ദേവാലയം പണിയാൻ പ്രാധാന്യം കൊടുത്തു, ദൈവമഹത്വം തിരിച്ചു കൊണ്ടുവരാൻ പ്രാധാന്യം കൊടുത്തു. അങ്ങനെയുള്ളവന് വേണ്ടി കൊട്ടാരം ദൈവം പണിതു. ഹലോ, ശൗല് കൊട്ടാരം പണിതു പ്രിയരെ. പക്ഷെ ആ കൊട്ടാരത്തിൽ ശൗലിന് അധികകാലം ജീവിക്കാൻ പറ്റിയില്ല. നീ ദേവാലയത്തിന് പ്രാധാന്യം കൊടുക്കാതെ, നീ മഹത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം കൊട്ടാരം പണിയാൻ തീരുമാനിച്ച അധികകാലം കിടക്കാൻ കഴിയില്ല, അധികകാലം അവിടെ ഇരിക്കാൻ കഴിയില്ല. പക്ഷെ ദാവീദ് മനസ്സിലായി, ശൗലിന് പറ്റാത്തത് എനിക്ക് പറ്റണോ? എൻ്റെ രാജ്യത്വം സ്ഥിരമാകണമോ? ഞാൻ ആലയം പണിയണം. ഇന്ന് പകൽ എൻ്റെ ദർശന ലോകത്തിന്റെ 5 വൻകരകളിലോ ദൈവസഭ പണിയണം, ദൈവാലയങ്ങൾ പണിയണം, അഭിഷിക്തന്മാർ എഴുന്നേൽക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്രഹിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിലൊരു നന്മ വന്നാൽ ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് കൂട്ടു നിൽക്കുന്ന സഹശുശ്രൂഷകന്മാരോട് പറയും, ഇത്ര വച്ച് നമുക്കൊരു 5 സെന്റ് മേടിക്കാൻ. ഹലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞുള്ളൂ, ഇന്നൊരു ലോൺ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്, പക്ഷെ അടയ്ക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഏതെങ്കിലും ഗ്രാമപ്രദേശത്ത് ഒരു 5 സെന്റ് വാങ്ങിച്ചിട്ടാൽ അവിടെ ദൈവമാലയം പണിയില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, ഒരു വീട് വയ്ക്കണമെന്നോ ഒരു മുറി വയ്ക്കണമെന്നോ ഒന്നും ഇന്ന് വരെ ഈ ഹൃദയത്തിനകത്ത് തോന്നിയിട്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, മക്കളെ, നിങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും, ദൈവം നിങ്ങളെ വളർത്തും. അന്ന് നിങ്ങൾ ആലയങ്ങൾ പണിയണം. ഒന്നുമില്ലെങ്കിലും
നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങി ആലയങ്ങൾ പണിതിടണം. അവിടെ ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കും, പ്രഭുക്കന്മാരെ എഴുന്നേൽപ്പിക്കും, ദൈവം അനേകരെ വിടുവിക്കും. ഇന്ന് പകൽ ഈ ദേശത്ത് ഈ ആലയം വന്നതാ 100 കണക്കിന് പേർക്ക് വിടുതലായത്, 100 കണക്കിന് പേർ സ്നാനജലത്തിൽ ഇറങ്ങിയത്. ഇന്ന് പകൽക്കാലം ആലയം പണിയുന്നവന്റെ കൊട്ടാരത്തെ ദൈവം ഉറപ്പിക്കും. ആലയം പണിയുന്നവന്റെ കൊട്ടാരത്തെ ദൈവം ഉറപ്പിക്കും. ആലയം പണിയുന്നവന്റെ കൊട്ടാരത്തെ ദൈവം ഉറപ്പിക്കും. അവൻ പണിയുന്ന ഭവന് മണ്ണിന്മേലായിരിക്കില്ല, അവൻ പണിയുന്ന ഭവന് പാറമേലായിരിക്കും. വൻമഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, കാറ്റാനടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബരദലകട. സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഒരു വാക്ക് ആലയത്തെ പൊളിക്കുന്നതാകരുത്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ദൈവാലയത്തെ പൊളിക്കുന്നതാക്കരുത്. ദൈവാലയത്തെ പൊളിക്കാൻ നീ ചിന്തിക്കരുത്. ദൈവാലയത്തെ തകർക്കാൻ നീ ചിന്തിക്കരുത്. ദൈവാഭിഷിക്തന്മാരെ തകർക്കാൻ നീ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നീ കെട്ടിപ്പണിയുന്നതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ എൻ്റെ ദൈവം തകർത്തു കളയും. ശവരവലഘടക അർത്ഥാരകൽക്കമാണതരഘടക. ശൗൽ ദൈവകൃപ വിട്ടു പാപം ചെയ്തു. ദൈവം അവനെ ന്യായവിധി കേൾപ്പിച്ചപ്പോൾ ദാവീദ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ എങ്ങനെ വാളെടുത്തോങ്ങും. ഇന്ന് പകൽക്കാല നിനക്കാരെയും വിധിക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. ആരെയും നീ വിധിക്കേണ്ട വ്യക്തിയല്ല. ദൈവം ആരെയും നിന്നെ തകർക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽ നീ മാറി നിന്ന് ദൈവരാജ്യം പണിയ. ദൈവം അവരോട് കണക്ക് തീർക്കട്ടെ. ഇന്ന് പകൽ നിന്റെ നാവ് കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ദൈവരാജ്യത്തെ തകർക്കരുത്. അങ്ങനെ തകർക്കുന്നവന് ദൈവം തകർക്കും. പ്രിയരെ, ശുശ്രൂഷയ്ക്കകത്തിറങ്ങിയപ്പോൾ ഈ ദേശത്തുനിന്ന് തന്നെ എത്രയോ ദൈവദാസന്മാർ എനിക്കെതിരെ, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ കൂട്ടു സഹോദരന്മാരോട് അവരുടെ ചിന്ത എന്തെന്നറിയാമോ? ഈ പാസ്റ്റർക്കൊന്നും സബീം പാസ്റ്ററെ അറിയില്ലെന്ന്, അന്ത്യർക്കോണത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പാസ്റ്റർ എന്ന യുമാരെല്ലാം പോയിരുന്ന് ചെവിക്കകത്ത് പറഞ്ഞു കൊടുക്കുക, ഈ സഭ ഇങ്ങനെയാ, സബീം പാസ്റ്റർ ശുശ്രൂഷ ഇങ്ങനെയാ. ഹലോ, അവിടെ പറഞ്ഞ വിശ്വാസികൾ ഇങ്ങനെയാ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ചിരിച്ചു കൊണ്ടിട്ട് പറയും, ദൈവാസന എന്തിനാ പാസ്റ്ററേ ഇത്രയും ശുശ്രൂഷകളുള്ള നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുന്നേ? കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ എറണാകുളത്ത് നിന്ന് തിരിച്ച് യാത്ര ചെയ്യുക. എന്നോട് ഒരു വ്യക്തി പറഞ്ഞത്, എറണാകുളത്ത് അടൂരിനടുത്തൊരു ചർച്ചയിൽ പോയപ്പോ 150 പേരുടെ പേര് വിളിച്ചെന്നാ പറഞ്ഞേ. ഹലോ, 150 പേരുടെ പേര് വിളിച്ചു. എന്നോട് ആ ദൈവ മനുഷ്യൻ 11:30 വിളിച്ചിട്ട് കാറ് ഡ്രൈവ് ചെയ്ത് വരുമ്പോ പറയാ, എവിടെയാ, സുഖമായിരിക്കുന്നോ? ഞാൻ അറിഞ്ഞല്ലോ, ഇന്ന സ്ഥലത്ത് പോയി കത്തിച്ചെന്ന്. ഹലോ, ഇന്ന സ്ഥലത്ത് പോയി കത്തിച്ചെന്ന്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിയ. 2 ദൂത് എനിക്ക് വേണ്ടിയും. ഹലോ, ഞാൻ അറിയാണ്ട് ദൈവത്തെ സ്തുതിച്ചു പോയി. ഹലോ, ശക്തന്മാർ നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ, ഹലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, തെരുവിലൂടെ നടക്കുന്ന നായ്കൾ ആലയത്തിനെതിരെ വിമർശിക്കുമ്പോൾ ഞാൻ അതിനെ ചെവി കൊടുക്കാറില്ല. ഞാൻ കേട്ട ഭാവം നടിക്കാറില്ല. പലപ്പോഴും ഈ പോടിയത്തിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ പറയാറില്ല. കാരണം എന്തെന്നറിയാമോ? അവരും ശുശ്രൂഷകന്മാരാ, അവരും സഭയുള്ളവരാ. എനിക്ക് വേണമെങ്കിൽ പറയാം 100 കാര്യം, ഞാൻ പറയില്ല.
എൻ്റെ അനുഗ്രഹത്തെ ഞാൻ തടയില്ല. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാൻ ആത്മാവിൽ പറയാം, ദേവാലയത്തെ പൊളിക്കാൻ നിൽക്കരുത്. നീ പൊളിക്കാൻ നോക്കിയാൽ നിന്നെ ദൈവം പൊളിക്കും. ദൈവം നിന്നെ പൊളിക്കും പ്രിയരെ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ അപ്പുറത്ത് ടെന്റിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഈ ആലയം കത്തിപ്പോകുന്നു എന്ന് പറഞ്ഞ ആലയം അതേപോലെ കത്തിപ്പോയി. നമ്മൾ അവിടെ നിന്ന് കത്തി ഇവിടെ സ്വന്തമായ ഇടത്ത് നമ്മൾ വന്ന് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ലോക രാജ്യങ്ങളിൽ ഒരേ സമയം ആരാധന, നമ്മുടെ ആരാധനകൾ കണ്ടാരാധിക്കുന്നു. അതുകൊണ്ട് ആലയം പൊളിക്കണ്ട, നമുക്ക് ആലയങ്ങൾ പണിയാ. ദൈവരാജ്യത്തിന് വേണ്ടി ആലയങ്ങൾ പണിയാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്നേഹത്തോട് പറയാം, നമ്മൾ ആരെയും പൊളിക്കുന്നവരാകരുത്, പണിയുന്നവരാകണം. ദൈവാലയത്തെ പണിയാൻ ദാവീദ് പദ്ധതിയിട്ടപ്പോൾ ദൈവം അവൻ്റെ കൂടാരത്തെ ഉറപ്പിച്ചു. എന്ത് ചെയ്തു? കൂടാരത്തെ ഉറപ്പിച്ചു. ഞാനിങ്ങനെ പറയാം, സങ്കീർത്തനങ്ങളിലൊരു പദമുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ, യഹോവ പട്ടണം. ഇന്ന് പകൽ നിന്റെ വീട് പണിയണമെങ്കിൽ, നിന്റെ തലമുറയെ പണിയണമെങ്കിൽ, നിന്റെ ഇല്ലായ്മയിൽ നീ ആലയം പണിയണം. കേവലം റൂഫ് ചെയ്യുന്നതോ, ഗേറ്റ് മാറ്റുന്നതോ, കുറച്ച് വസ്തു വാങ്ങുന്നതോ, ടൈലിടുന്നതോ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഒരു 5 AC വെക്കുന്നത്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതിലുപരിയായി നിനക്ക് ദേവാലയത്തെ പണിയാൻ കഴിയും. നീ അറിഞ്ഞ സത്യം അറിയാത്ത അനേകരുണ്ട്. അവരോട് പറയണം, ഞാൻ പോകുന്ന ആലയത്തിൽ വിടുതലുണ്ട്, അവിടെ ദൈവമകത്വമുണ്ട്. അവിടെ പോയപ്പോഴാണ് എൻ്റെ ജീവിതം മാറിയത്, അവിടെ വച്ച ദൈവം എന്നെ വിടുവിച്ചത്. അങ്ങനെ ദൈവത്തെ അറിയാത്ത ജാതികളോട് പറ, അവർ ഈ സത്യ ദൈവത്തെ അറിയട്ടെ. അങ്ങനെ നിനക്ക് ദൈവാലയത്തെ പണിയാൻ കഴിയും. ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഫോണിലൂടെയെങ്കിലും വിളിച്ചു പറ, നീ ആലയത്തിൽ വാ, ഇവിടെ ഒരു ദൈവമകത്വമുണ്ട്. പെന്തക്കോസിനകത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ പരാജയം, വരാൻ നിൽക്കുന്നവരോട് പോലും പറയും, ഡീസൂതമേ നീ അങ്ങോട്ടാണ്, പൊന്നുമോളെ ഇങ്ങോട്ടൊന്നും വന്നിട്ട് നീ അവിടെ തന്നെ നിൽക്കുന്നതാണ്. ഇവനും സ്വർഗത്തിൽ പോവില്ല, അവളും. ഇന്ന് പകൽ ആലയം പണിയാൻ നിനക്ക് കഴിയും. എം പൗലൂസ് പാസ്റ്ററെ ആത്മകഥ വായിക്കുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്. ദിവസവും രാവിലെ കട്ടൻ ചായ കുടിക്കുന്നതിന് മുമ്പ്, ഒരു ചായ കുടിക്കുന്നതിന് മുമ്പ് താൻ 5 പേരോടെങ്കിലും ട്രാക്റ്റ് കൊടുത്ത് സുവിശേഷം പറഞ്ഞിരിക്കും. താൻ റോഡിലിറങ്ങി നടക്കാൻ പോകുമ്പോൾ സുവിശേഷത്തിൻ്റെ ട്രാക്റ്റുമായി പോയി 2 പേരോടെങ്കിലും സുവിശേഷം പറയാതെ ചായ ഇറങ്ങില്ല. ഹലോ, ചായ ഇറങ്ങില്ല. അങ്ങനെ നീ പറഞ്ഞാൽ 1000 ആലയത്തിൽ വരും, 1000 ദൈവകൃപയിൽ നിൽക്കും, 1000 ദൈവരാജ്യത്തിലെത്തും. പ്രിയരെ, വചനം പറയുന്നു, ദാവീദ് ആലയം പണിക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി വെച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, ദാവീദേ നീ എനിക്ക് ആലയം പണിയണ്ട, നിന്റെ മകൻ അതേ സ്ഥാനത്ത് വരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ ദൈവം ഇരുത്തിയ ഇടത്ത് നിന്റെ തലമുറ വരും. നിന്റെ തലമുറയെ ദൈവം അവിടെ കൊണ്ടിരുത്തും. നിന്റെ തലയിൽ വച്ച അധികാരം അവന്റെ മേൽ കൈമാറും. നിന്റെ കൈമേലിട്ട മുദ്രമോതിരം അവന്റെ കൈമേൽ കൈമാറും. വിശ്വാസമുണ്ടോ? നിന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന്. യെസ്, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദൈവാലയത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന മാതാവേ, നിന്റെ ആലമേ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. നന്നായി കരമടിച്ചു വായ്കളെ തുറന്ന് ഈ പകൽ ഈ ദൂതേറ്റെടുത്തോ. ഈ പകൽ നാളുകളായി ദുഷ്ടൻ അപകരിച്ചു വച്ചിരിക്കുന്ന ചില നന്മകളെ
എൻ്റെ ദൈവം തിരിച്ചു തരികയാ, എൻ്റെ ദൈവം തിരിച്ചു തരികയാ, എൻ്റെ ദൈവം തിരിച്ചു തരികയാ. ഈ പകൽക്കാല നിന്നെ ഒതുക്കി, നിന്നെ തകർത്തു കളഞ്ഞ്, നിന്റെ തലമുറയും തകർത്തു കളയ ശത്രു ഇട്ടിരിക്കുന്ന ചില പദ്ധതികളെ ആത്മാവ് ബ്രേക്ക് ചെയ്യുക. നിന്നെ രോഗിയാക്കി, നിന്നെ കടവാരത്തിനകത്ത് ഒതുക്കി, നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോയി തീർത്തു കളയുന്നത് പോലെ നിന്റെ തലമുറയും തീർത്തു കളയ ശത്രു ഇട്ടിരിക്കുന്ന പദ്ധതി ഈ പകൽ ആത്മാവ് തകർക്കുക. ദുഷ്ടന്റെ ചെങ്കോലുകൾ നീതിമാന്മാരുടെ അവകാശത്തു നിന്ന് മാറുക. ഈ പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചില കുടുംബങ്ങൾക്കകത്ത് വിടുതൽ നടക്കുക, ചില തലമുറയുടെ ഭാവിക്കകത്ത് വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവപ്രവൃത്തി. അരിഞ്ഞിട്ട പുൽപ്പുറത്ത് വീഴുന്ന ഹർമോനിയം മഞ്ഞു പോലെ ഈ പകൽക്കാല ശിംശോന്റെ മേൽ കെട്ടിയിരുന്ന കെട്ടുകൾ ചണനൂല് പോലെ ആയതുപോലെ ഈ പകൽ ഉപവാസ പ്രാർത്ഥനയുടെ 37ാമത്തെ പകൽ ദുഷ്ടൻ വച്ച ചില ചെങ്കോലുകൾ നീതിമാന്റെ കൂടാരത്തിൽ നിന്ന്, നീതിമാന്റെ അവകാശത്തിൽ നിന്ന് എന്നോട് ദൈവാത്മാവ് കാണിക്കുന്നു. ചില വസ്തുക്കൾ നിന്ന് ദൈവം ദുഷ്ടന്റെ ചെങ്കോലുകൾ മാറ്റുന്നു, ചില വസ്തുക്കളെ അളന്നു തിരിക്കുന്നു. അഭിഷിക്തന്മാരെ ചില വസ്തുക്കളെ ദൈവം അളന്നു തിരിക്കുന്നു, ചില ദേശങ്ങളെ അളന്നു തിരിക്കുന്നു, ചില പട്ടണങ്ങളെ അളന്നു തിരിക്കുന്നു, ചില രാജ്യങ്ങളെ എന്റെ ദൈവം അളന്നു തിരിക്കുന്നു. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ നിനക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യുക. Yes. 2025 അവസാനിക്കുന്നതിനു മുമ്പ് ചില ദൈവമഹത്വത്തിന്റെ വാതിലുകൾ ആലയത്തിനകത്ത് മാത്രമല്ല, ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്ന ചില കൂടാരങ്ങളകത്ത് ദൈവാത്മാവ് ചെയ്യുക. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ 37ാമത്തെ പകൽ നിന്നെ ആൾ മാറിയവനെ പോലെ എന്റെ ദൈവം പുറത്തെടുക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നാളുകൾ മുമ്പ് പ്രാപിക്കേണ്ടതാ, നാളുകൾ മുമ്പ് അളന്നു തിരിക്കേണ്ടതാ, നാളുകൾ മുൻപ് അതിൻ്റെ കടം തീരേണ്ടതാ, നാളുകൾക്ക് മുമ്പ് നിന്റെ കൂടാരത്തിന്റെ അവസ്ഥ മാറേണ്ടതാ, നാളുകൾക്ക് മുമ്പ് നിന്റെ തലമുറയുടെ ഭാവി വെളിപ്പെടേണ്ടതാ. എവിടെയൊക്കെ ഏതൊക്കെ ദുഷ്ടന്റെ ചെങ്കോൾ കൂട്ടുകെട്ടുകൾ പൊളിയുന്നു, തമ്മിലടിച്ച് പിരിയുന്നു. എന്നോട് ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂത് തരുന്നു. ഈ പകൽ തമ്മിലടിച്ച് ചിലത് പിരിയുന്നു. ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്റെ കൂടാരത്തിന്റെ മേൽ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞ അതേ വചന ജീവിതത്തിന്റെ മേൽ, ആലയത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ എന്റെ ദൈവം വൈഡാബാരാ ധൂരബലച്ചര വൈഡബലം ധര വൈഡാരാധ അർത്ഥാബാരാ ധീരാധാര ഹൽക്കാമാനാ ധാരാ 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 കൂട്ടമായ വിടുതലുകൾ, കൂട്ടമായ സൗഖ്യങ്ങൾ ഈ പകൽക്കാല ചടകുടഞ്ഞൊന്ന് എഴുന്നേൽക്കുക. ആത്മീക ഉറക്കത്തൊന്ന് എഴുന്നേൽക്കുക. ഇന്ന് പകൽ ദുഷ്ടം വച്ച പദ്ധതികൾ തച്ചുടയപ്പെട്ടിട്ട് എന്റെ ദൈവം നിന്റെ തലമുറകളെ ഉറപ്പിക്കുന്ന പകല. ഈ പകൽ ഈ ദൂത് കൈമാറുമ്പോൾ ദാവീദേ, നിന്റെ കസേരയിൽ ഞാൻ നിന്റെ തലമുറയെ വാഴിക്കുക, ഞാൻ നിന്റെ തലമുറ ഇരുത്തുക. ഞാൻ നിനക്ക് വേണ്ടി വച്ച രാജസിംഹാസനത്തിന്റെ മേൽ ദുഷ്ടന്റെ തീയമ്പുകൾ, ദുഷ്ടന്റെ ചെങ്കോൽ അല്ല കുഞ്ഞെ, ഞാൻ നിനക്ക് വച്ചെടുത്ത് നിന്റെ തലമുറകൾ ഇരിക്കാൻ പോകുക. ഈ പകൽ പിടിക്കാൻ കഴിയുമ്പോൾ പിടിച്ച മാതാവേ, പിതാവേ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിന്റെ തലമുറയിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ സഭയിലൂടെ എന്റെ ദൈവം ചെയ്തു തീർക്കാൻ പോകുക. എന്റെ ദൈവം ചെയ്തു തീർക്കാൻ പോകുക. ഈ 2025 എന്റെ ദൈവം അങ്ങനെ പറയുന്നു, ഞാൻ ചെലവിന് ആരംഭം കുറിക്കാൻ പോകുകയാണ്.
ഓ ശബരമന. എന്നെ ദൈവാത്മാവ് പറയുന്നു, ഈ മാസം ചില ദിവസങ്ങളേ ഉള്ളൂ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. എന്റെ ദൈവാത്മാവ് പറയുന്നു, അടയാളത്തോടുകൂടിയ ദൈവപ്രവർത്തികൾ ആലയത്തിനകത്ത് വെളിപ്പെടും, നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടും, നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് വെളിപ്പെടും. വ്യത്യസ്തമായ ചില വ്യക്തികളെ ആത്മാവ് നിന്നിലൂടെ കണക്ട് ചെയ്യാൻ പോവാ. ചിന്തിക്കാൻ കഴിയാത്തൊരു മുഖാന്തരം എൻ്റെ ദൈവം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുക. ചിന്തിക്കാൻ കഴിയാത്തൊരു മുഖാന്തരം എൻ്റെ ദൈവം ചെയ്തു വരാൻ പോകുക. പച്ചപ്പുഴും തുള്ളര വെട്ടിക്കിളിയും തിന്നുകളഞ്ഞത് ഞാൻ മടക്കി തന്നതുപോലെ ഈ പകൽ ആത്മാവ് പ്രവചിക്കുക, ഞാൻ ചിലർക്കും മടക്കി തരാൻ. കരമുയർത്തി എന്ന് പറയാമോ? ദൈവം തന്നത് ശാശ്വതമാ. ആ പദം എന്ന് പറഞ്ഞാലേ, ദൈവം തന്നത് ശാശ്വതമാ. അത് ജനറേഷനുകൾ ഞാൻ അനുഭവിക്കും. തലമുറയോളം അത് ശാശ്വതമായിരിക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ ചില കുടുംബങ്ങളെ ചിതറിക്കും. ആലയത്തിനെതിരെ, കുടുംബങ്ങൾക്കെതിരെ കൂട്ടുകെട്ടുകൾ കൂടി നിൽക്കുന്ന ചിലതിനെ ഞാൻ ചിതറിക്കും. ചില കൂടാരങ്ങൾക്കകത്ത് നിലവിളി ഞാൻ ഉയർത്തും. പക്ഷെ ദൈവാത്മാവിനോട് പറയുന്നു, ഞാൻ ചിലതിൽ നിന്ന് ദുഷ്ടന്റെ ചെങ്കോൾ മാറ്റും. ഞാൻ ചില കുടുംബങ്ങളെ ഉറപ്പിക്കും. ഈ ഉപവാസ പ്രാർത്ഥന ഈ ആലയത്തെ മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷകളെ ലോകരാജ്യങ്ങളിൽ ഉറപ്പിക്കാൻ പോവാം. അങ്ങനൊരു വെളിപ്പാട് ദൈവം തരിക. ലോകരാജ്യങ്ങളുടെ മേൽ ദൈവം ഉറപ്പിക്കുന്ന സീസൺ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലത് നിലവിളിച്ചു മടങ്ങി വരും, പക്ഷെ ദൈവം മറുപടി കൊടുക്കില്ല. ദൈവം മറുപടി കൊടുക്കില്ല. ദൈവം ആരെന്ന് ദൈവം തെളിയിക്കും. ദൈവം ആരെന്ന് ദൈവം തെളിയിക്കും. ഞാൻ ചില കൂടാരങ്ങളെ ഉറപ്പിക്കും. തലമുറകളെ ലക്ഷ്യമിട്ടിരിക്കുന്ന ചില തീയമ്പുകളെ വെട്ടും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ അറിഞ്ഞ സത്യത്തിൽ നിന്റെ തലമുറ നിൽക്കും. നിന്നെ ഒരു തൂണാക്കിയതുപോലെ നിന്റെ തലമുറയിൽ ഞാനൊരു തൂണാക്കും. നിന്റെ കുടുംബത്തെയും ഞാൻ തൂണാക്കും. ഈ ആലയത്തിനകത്ത് കയറ്റില്ലെന്നും ഈ മിനിസ്ട്രിയോട് നിന്നെ ചേർത്ത് നിർത്തില്ലെന്ന് വെല്ലുവിളിച്ച് വാദിച്ച് പേര് പറഞ്ഞു കെട്ടിയ ചില ഇരുട്ടിന്റെ കെട്ടുകൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവ് അടിച്ചു മാറ്റും. കയറ്റില്ലെന്നും ഒതുക്കിക്കളയുമെന്നും പേര് പറഞ്ഞു കെട്ടിയ കെട്ടുകളെ എൻ്റെ ദൈവം അഴിച്ചു മാറ്റി. എന്നോട് ദൈവാത്മ പറയുന്നു, ഞാൻ നിന്റെ കുടുംബത്തെ ഒരു തൂണാക്കും. നിന്റെ തലമുറയെ ഞാൻ ഒരു തൂണാക്കി മാറ്റും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിന്റെ തലമുറയുടെ പേര് വലുതാക്കും. എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട്, ലക്ഷ്യമല്ല ലക്ഷങ്ങൾ ദേവാലയത്തിന് വേണ്ടി വിതയ്ക്കത്തക്ക നിലവാരത്തിൽ, 10,000-ങ്ങളല്ല ലക്ഷങ്ങൾ ആലയത്തിന് വേണ്ടി എണ്ണി വിതയ്ക്കത്തക്ക നിലവാരത്തിൽ, വിതയ്ക്കത്തക്ക നിലവാരത്തിൽ നിന്റെ അതിരുകളെ ഈ പകൽ പൊളിച്ച്
റീഖാപാരാധനകൾ എന്നോട് ദൈവാത്മാവ് ഒരു നിയോഗം തരികയാണ്. ദൈവാത്മാവിനോട് പറയണം, ഒരുപക്ഷെ നിങ്ങൾ ആയിരങ്ങളായിരിക്കാം ദക്ഷാംശം ഇടുന്നേ. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അത് 10,000 നീ കൃപ തരണം, നീ കൃപ തരണം. എന്നോട് ദൈവാത്മാവ് പറയുക, 10,000 വെളിപ്പെടുമ്പോൾ നീ പറയണം, മാസം ലക്ഷങ്ങൾ കൊടുക്കാൻ തൻ്റെ ഇടം ഉണ്ടോ പിടിക്കാൻ? ഒരുപക്ഷെ കേറിക്കിടക്കാൻ വസ്തു കാണില്ല, നല്ല ആഹാരം കാണില്ല. ഈ പകൽ അങ്ങനെ ഒരു ദൂത് പിടിക്ക്. പ്രിയരെ, എവിടെ കിടന്നവനാ ദാവീദ്? കാട്ടില. ആഹാരമില്ല, വസ്ത്രമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. ഇന്നവൻ്റെ തലമുറ ഇരിക്കുന്നത് കണ്ടോ? മാറിയെടുക്കാൻ ഒരു വസ്ത്രമല്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വസ്ത്രം, രാജകീയ വസ്ത്രം ധരിച്ച് കൂടെ നിൽക്കുന്ന 1000 ആൾക്കാർ, ഒരു രാജ്യം മുഴുവൻ അവൻ്റെ കരത്തിൽ കൊടുത്തു. എന്തുകൊണ്ട്? അവൻ്റെ അപ്പൻ ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം. എനിക്ക് നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. ഒറ്റ പദം ഞാൻ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുക. അവിടെ ദാവീദ് ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ വായിച്ച കുറിവാക്യം ഒന്ന് ഒറ്റ പദം മാത്രം, 26-ാമത്തെ വാക്യം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമേ, എൻ്റെ അപ്പനായ ദാവീദ് ആരാ? കാട്ടിൽ കിടന്നവൻ, ആർക്കും വേണ്ടാത്തവൻ, മാറിയുടുക്കാൻ ഒരു വസ്ത്രമില്ലാത്തവൻ, എല്ലാവരാലും ത്യജിക്കപ്പെട്ട എൻ്റെ അപ്പനായ ദാവീദ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഒരുപക്ഷെ നിന്റെ കുടുംബക്കാർക്ക് നിന്റെ പേര് പറയാൻ നാണക്കേടായിരിക്കാം. നിന്റെ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികൾക്ക് പേര് പറയാൻ മാനക്കേടായിരിക്കാം. കാരണം എടുത്തു പറയാൻ നിന്നിലൊന്നുമില്ല. പക്ഷെ ആത്മാവിൽ ഞാൻ പറയാം, ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ, നിന്റെ മക്കൾ അത്ഭുതത്തോടെ പറയും, എൻ്റെ അപ്പനായ ദാവീദ്. ഇന്ന് പകൽ ഒരുവന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ അതാ. മക്കൾ ധൈര്യത്തോടെ പറയണം, ഇതെൻ്റെ അപ്പനാണ്, ഇതെൻ്റെ അമ്മയാണ്. വലിയ ലുക്കൊന്നും ഇല്ലേലും, വലിയ കളറൊന്നും ഇല്ലേലും, നല്ല വസ്ത്രമൊന്നും അവർക്കില്ലേലും, അവരാണ് ഇന്ന് ഈ കസേരയിലിരിക്കാൻ കാരണം. മക്കളെ, ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. അന്ന് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരെ നീ മറക്കരുത്. നിനക്ക് വേണ്ടി നിന്നവരെ നീ മറക്കരുത്. നിനക്ക് വേണ്ടി ഓടിയവരെ നീ മറക്കരുത്. നിനക്ക് വേണ്ടി അധ്വാനിച്ചവരെ നീ മറക്കരുത്. ഇവിടെ ശലോമോൻ പറയുന്ന കേട്ടോ, അവൻ എൻ്റെ അപ്പനായ ദാവീദ്. അവിടം കൊണ്ട് തീർന്നില്ല. ദാവീദിന്, ശലോമോന് ദാവീദ് അപ്പനായിരിക്കാം, പക്ഷെ ദൈവത്തോട് പറയുക, ആമേ ആമേ ദാവീദ് എന്ന നിന്റെ ദാസൻ, എന്ന നിന്റെ ദാസൻ. അവിടം കൊണ്ടും തീർന്നില്ല. അടുത്ത പദമായി എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത്, നീ അരുളി ചെയ്ത നിന്റെ വചനം ഒത്തുവരുമാറാകട്ടെ. ഇന്ന് ശൂന്യമായിരിക്കാം, ഇന്ന് ഒറ്റപ്പെടലായിരിക്കാം, ഇന്ന് ചെറുതായിരിക്കാം. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. നിന്നെക്കാൾ വലിയവരായി നിന്റെ തലമുറകളെ മാറ്റും. അന്ന് അവർ പറയണം, എൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, എൻ്റെ അമ്മയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അത് ഒത്തുവരുന്ന, അത് ഒരുമിച്ച് സമ്മേളിക്കുന്ന, അത് നിവർത്തിയാകുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. ആത്മാവിൽ ഞാൻ പറയാം, ഈ 4 ചുവരിനകത്ത് ഈ പകൽ നീ കേട്ട വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറകൾ ആലോചിച്ച് എൻ്റെ അപ്പനോട് നീ അരുളി ചെയ്തത്,
എൻ്റെ കുടുംബത്തെ നോക്കി പ്രവചിച്ചത്, എൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തത് നീ നിവർത്തിച്ചുവല്ലോ എന്ന് പറയുന്നൊരു നാൾ വരും, എന്ന് പറയുന്നൊരു നാൾ വരും. ഈ പകൽ വിശ്വാസമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കും. എന്താ ദാവീദിനോട് പറഞ്ഞത്? ദാവീദേ, നീ ഒരുക്കി വച്ച് നിന്റെ രാജ്യത്വം ഞാൻ സ്ഥിരമാക്കും. നിന്റെ രാജകസേരയിൽ ശൗലിനെ പോലെയല്ല, ഞാൻ നിന്റെ തലമുറയിരുത്തും. അവിടം കൊണ്ട് തീർന്നില്ല. നിന്റെ തലമുറ എനിക്ക് നീ ചിന്തിച്ചതിനേക്കാൾ മനോഹരമായ ആലയം പണിയും. ആ ആലയത്തിൻ്റെ മുൻപിൽ നിന്റെ തലമുറ മുട്ടുകുത്തി ഉയരങ്ങളിലേക്ക് കൈനീട്ടി കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ അപ്പനായ ദാവീദിനോട്, നിന്റെ ദാസൻ ആയ ദാവീദിനോട് നീ പറഞ്ഞ വാക്യം, വചനം ഒറ്റവരമാറാകട്ടെ. എല്ലാ കണ്ണും ദൈവസല്ലാനായിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ.